رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب وأزواج وأولاد سيدنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള ഈ പള്ളിയുടെ ഖത്തീബ് ഉസ്താദായിട്ട് നേതൃത്വം തന്നുകൊണ്ടുള്ള ഞങ്ങളോ ആത്മീയ ചങ്ങായും കൂടിയായ ബഹുമാനപ്പെട്ട കാസിം സാദി അൽ അഫ്ദലി ഉസ്താദ്, അതേപോലെ ഈ രായത്ത് നടക്കുമ്പോൾ ഏത് കാര്യക്രമത്തിനും വലിയൊരു നേതൃത്വം തന്നുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ്, വേദിക്കലുള്ള ഇറായത്വം നേതാക്കന്മാർ, മുഖണ്ഡന്മാർ, കമ്മിറ്റി പദാധികാരി അടക്കമുള്ള ലീഡേഴ്സ്മാർ, പിരിസപ്പെട്ട ഉസ്താദുമാർ, ഈ മഹത്തായ കാര്യക്രമത്തിൽ ഒട്ടുശരിയ മുഅ്മിനീങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഈ ഒരു കാര്യക്രമ ഉറൂസ് കാര്യക്രമ റബ്ബ് കബൂലാക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഫലം കിട്ടുമ്പോൾ അമലായിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാനായ ശൈഖ് അഹ്മദ് അൽ ഹാദി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് മഹാന്റെ ഹഖ് ജാഅ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ ദുനിയാവും നാളെ ആഖിറ സലാമത്താക്കുമാറാകട്ടെ. ഈ ഉറൂസ് കാര്യക്രമത്തിൽ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ സഹായ സഹകാര ആക്കിയിട്ട്, അതേപോലെ ഇതൊരു ഓരോ വിഷയത്ത് കേട്ട് ഓടി നടന്നുകൊണ്ടുള്ള നാളെ കമ്മിറ്റി രംഗ അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു ധാരാള ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയെങ്കിൽ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗം കൊടുത്തിട്ടു അങ്ങലും ഞങ്ങളും നാളെ സ്വർഗലോകത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ വർഷവും
നടന്നുകൊണ്ടുള്ള ഉറൂസ് ಕಾರ್ಯಕ್ರಮ. അതിലേറ്റിക്കറ് നങ്ങണ്ട് ഒട്ടു സേരിದೆ. മഹാനായ ഷേഖ് അഹ്മദ് അൽ ഹാദി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ഈ രായത്തുക്ക് ആധ്യാത്മികമായിട്ടുള്ള വെളിച്ചത്തോ കാട്ടി തന്നെ മഹാന്റെ പേരിൽ വിജൃംഭണല് ഉറൂസ് ಕಾರ್ಯಕ್ರಮ ധാരാളം വർഷത്തിലുണ്ടു. റായത്തും മുഅ്മിനീങ്ങ പരിസരത്തുകളെല്ലാം കൂട്ടിയിട്ട് നടത്തിക്കൊണ്ടുള്ളത്. അല്ലാഹു ഇതെല്ലാം വലിയൊരു ഹസനാത്തായിട്ട് റബ്ബു ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. മഹാന്മാർ അങ്ങനെ മൂലക്കയറ്റി കയറി പരിശുദ്ധമായിട്ടുള്ള ദീൻ പരമ്പരാഗതമായിട്ട് മുസ്ലിം സമൂഹത്തോ നടുലു ബാക്കി ഉള്ളിട്ടുള്ളൂ. അല്ലാഹുറോ അറിയനായ രീതിയിൽ അറിഞ്ഞോ മഹാന്മാർ അങ്ങനെ ജീവനത്തോ പ്രತಿയൊരു ആഗുഹോഗു മാതരിയേറ്റ് അതുവേ ഒരു വലിയൊരു പ്രബോധനയിട്ട് അങ്ങ ജീവനത്തോ ധന്യമാക്കിയിട്ട് അല്ലാഹു സമ്പൂർണമായിട്ട് ലയിച്ചിട്ട് മാതരിയായ മഹാന്മാർ അല്ലാഹു അങ്ങനെ ബർക്കത്തില് ഞങ്ങൾക്കും അല്ലാഹു കാമിലായ ഈമാനും തഖ്വയും അല്ലാഹു ഏറ്റേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് കുറേ നേരം നിങ്ങളെ മുന്നോലും ദീനിയായ കുറേ വിഷയ പൽക്കവരെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ മസ്ഊദ് അൽ ബുഖാരി മഹാനായ ഖുറത്തു സാദാത്ത് മർഹൂം ഖുറത്തങ്ങലോ മോനും ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ദുആർന്ന് തരുക. അല്ലാഹു എല്ലാം റാഹത്തിലാക്കിയിട്ട് തരട്ടെ. ഇത് കഴിഞ്ഞിട്ട് കുറേ നാളുണ്ട് അധ്വാനിച്ചുകൊണ്ടുള്ളങ്ങളോ അധ്വാനത്തോ അല്ലാഹു ഖബൂലാക്കിയിട്ട് എല്ലാ നിലക്കുള്ള ഖൈറ് ബർക്കത്ത് അല്ലാഹു ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ സൂറത്ത് മറിയം വരെ 96 ആയത്തില് ചെന്നോർ പലക്കും. സൂറത്തു മറിയം ധാരാളം മഹാന്മാരോ സ്മരണ നടത്തിയോ ഒരു സൂറത്തായിട്ട് അതിൽ തുടങ്ങരമേ ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ നബി അലൈഹിസ്സലാമറോ സ്മരണ അതുമൂലക്കായിട്ട് സൂറത്ത് മറിയം തുടങ്ങരെ. പിന്നെ മഹാനായോ സക്കരിയ നബി അലൈഹിസ്സലാമറോ മോൻ യഹ്യാ നബി അലൈഹിസ്സലാമറോ അനുസ്മരണ അതിൽ പണ്ട്. മഹദിയായ ബീവി മറിയം റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ സ്മരണ അതിൽ കടന്നിട്ട് പണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമറോ സ്മരിക്കണു നെനപ്പാക്കണു ചെന്നു കൊടുക്കണു ചെന്നിട്ടേ അല്ലാഹു വിഷയം തുടങ്ങി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമറ മക്ക, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അതുപോലെ ഇസ്ഹാഖ് നബിറോ മോനു യാക്കൂബ് നബി അലൈഹിസ്സലാമറോ അനുസ്മരണ അതിലുണ്ട്. മഹാനായ നബിയുല്ലാഹി കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാമറോ അനുസ്മരണ. സഹോദര ഹാറൂൻ നബി അലൈഹിസ്സലാമറോ അനുസ്മരണ. ഇങ്ങനെ ധാരാളം 8-10 അമ്പിയാക്കന്മാരോ വിശേഷണ സൂറത്തു മറിയമുലു അല്ലാഹു തആല എടുത്തിട്ട് ചെല്ലാം. ഞങ്ങത് മനസ്സിലാക്കണം, പഠിക്കണം. അതുമൂലക്ക എന്തൊരു ദീന് ചെന്നിട്ട് ഞങ്ങ അറിയും. പരിശുദ്ധമായിട്ടുള്ള ദീണ്ടോ മൂല ഗ്രന്ഥ ഖുർആനല്ല. ആ ഖുർആനിൽ എല്ലാ വിഷയം അല്ലാഹു ഞങ്ങൾക്ക് പടിവാട്ടി തന്നു. അപ്പൊ സൂറത്തു മറിയം നോക്കിയെങ്കിൽ അല്ലാഹുറോ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ അല്ലാഹു ബഹുമാനിച്ചങ്ങനെ മഹത്വ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാവും. അങ്ങ് ഏതോ ഒരു കാലത്തിൽ വഫാത്തായിട്ട് പോയെങ്കിലും
അങ്ങനെ നിങ്ങൾ അങ്ങനെ വിട്ടുപുടുറുണ്ടല്ല ഖുർആൻ ചെന്ന് അങ്ങനോ നിങ്ങൾ ನೆನಪಾക്കിക്കൊണ്ടിരിക്കണോ സ്മരിച്ചോണ്ടിരിക്കണോ ചെല്ലവരു നിർദ്ദേശന അള്ളാഹു നമുക്ക് ഖുർആനിൽ പടിപാട്ടിയതാണ്. പ്രത്യേകിച്ചിട്ടും സൂറത്ത് മറിയം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ಬಗ್ಗೆ ചെന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമറോ ഏത് കാലത്തിലും സ്മരിക്കുമ്പോഴത്തോ ഒരു അവസ്ഥ ഇബ്രാഹിമി കുടുംബത്തിന് നാം കൊടുത്തറാണ്ടും ഖുർആൻ ചെന്നത്. ഖുർആന്റെ ഈ ആയത്ത് അവതീർണമായിട്ട് 14% കഴിഞ്ഞെങ്കിലും ഇണ്ടിപ്പ ഞങ്ങള ഇശാ നിസ്കരിച്ചിട്ടല്ലേ വന്നേ. ആ ഇശാ നിസ്കാരത്തിലും ഞങ്ങ ഇബ്രാഹിം നബി അലൈഹി സ്വലാമറോ നെനപ്പാക്കിട്ടായിട്ട് കയറി സലാം വീട്ടിയത് അല്ലേ. ലാസ്റ്റോ ഇബ്രാഹിമി സ്വലാത്ത്. അപ്പൊ ഖുർആൻ ചെന്നത് ലിസാന സുദിഖ്. എല്ലാരും നെനപ്പാക്കുമ്പോഴത്തോ എല്ലാരും പ്രശംസിക്കുമ്പോഴത്തോ പൊകലുമ്പോഴത്തോ ഒരു അവസ്ഥ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും കുടുംബത്തിന് ഞങ്ങ ആക്കിറാണ്ട് ഖുർആൻ അണ്ട് ചെന്നത് 14% കഴിഞ്ഞിട്ടും അതങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ടോ ഇലാ യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാൾ തോലോ അതങ്ങനെ മുൻതുവരിക. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ അല്ലാഹുവിന്റെ കലാം ചൊല്ലതുക്ക് ഒരു പ്രൂഫ് ഈ ഒരു വിഷയം കൂടി വെക്കൂ. ഞാൻ ഫസ്റ്റ് ഓതിയോ ആയത്ത് അത് ഓതുര സൂറത്ത് മറിയമിൽ കുറെ വിഷയം ചെന്നിട്ട് 96 ആയത്ത് 98 ആയത്തായിട്ട് ടോട്ടലി ഉള്ളൂ. 96 ആയത്തില് അല്ലാഹു ചൊല്ല ഒരു പൽക്കമുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. ഇന്നല്ലദീന ആമനു ഈമാനുള്ള മുഅ്മിനീങ്ങ ഖണ്ഡിതമായിട്ടും ഈമാന് ഭദ്രമായ മുഅ്മിനീങ്ങ വഅമിലു സ്വാലിഹാത്ത് സ്വാലിഹായ സത്കർമ്മത്തോ നിർവഹിച്ചോ മുഅ്മിനീങ്ങ അഥവാ സ്വാലിഹീങ്ങ മഹാന്മാർ. സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. റഹ്മാനായ റബ്ബു അങ്ങകോ പ്രത്യേകമായിട്ടുള്ള ഉദ്ദ് എന്നെങ്കിൽ പിർസ. ആ പിർസത്ത് അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കറാൻ. മുഫസ്സിരിങ്ങ വിവരിക്കുന്നത് കാണ്ട് എല്ലാരും ഇഷ്ടപ്പെടുമ്പോഴത്തെ ഒരു അവസരോ അല്ലാഹു മഹാന്മാർക്ക് ആക്കി കൊടുക്കുക. എല്ലാരും അങ്ങനെ ഇഷ്ടപ്പെടുറാർ. റഹ്മാനായ റബ്ബും ഇഷ്ടപ്പെടൂ, മലായിക്കത്തും ഇഷ്ടപ്പെടുറാറ്, മുഅ്മിനീങ്ങ ഇഷ്ടപ്പെടുറാർ. അങ്ങനത്തെ ഒരു അവസരോ സ്വാലിഹീങ്ങോ ഈമാനും അമലു സ്വാലിഹാത്ത് ഉള്ളങ്ക് റഹ്മാനായ റബ്ബു ആക്കി കൊടുക്കറാണ്ട് പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ. നിങ്ങൾ നോക്കുള്ള മഹാനായോ സയ്യിദ് ശൈഖ് അഹ്മദുൽ അൽ ഹാദി ഖദ്ദസുല്ലാഹു സല്ലഹുൽ അസീസ് ആ മഹാൻ വഫാത്തായിട്ട് എത്ര വർഷക്കാല കഴിഞ്ഞെങ്കിലും മുഅ്മിനീങ്ങോ വല്ലാത്തൊരു ഇഷ്ടായിട്ട് മുഅ്മിനീങ്ങ വലിയൊരു ഗൗരവത്തിലെ ആ മഹാണ്ടോ കണ്ടിട്ടുള്ളാർ. ആ മഹാണ്ടോ മഹത്വത്തെ ചെന്നിട്ട് ആ മഹാന്റെ ബർക്കത്ത് എടുത്തോണ്ടുള്ളാർ. സിയാറത്ത് മൂലക്കും ബാക്കിയുള്ള അമാല് മൂലക്ക പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ചെന്നത് മുഅ്മിനീങ്ങളോ മനസ്സിൽ അല്ലാഹു ഇഷ്ടയിട്ട് കൊടുക്കൂ. മഹാന്മാർ റിപ്പോർട്ടാക്കിയ സ്വഹീഹായ ഹദീസിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നൊരു പൽക്ക റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഒരു വ്യക്തിയോ അല്ലാഹു ഇഷ്ടപ്പെട്ടോണ്ടായെങ്കിൽ നാദാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു ചൊല്ലു എന്തിനെ ചൊല്ലേ ഇന്നി ഉഹിബ്ബു ഫുലാന ജിബ്രീൽ ഞാൻ ഇന്നാൽ ഇന്നോരു നന്റെ അടിമേറെ ഇഷ്ടപ്പെട്ടിര അതുകൊണ്ട് ഫഅഹിബ്ബ നിങ്ങൾ ഇഷ്ടപ്പെടണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം ബാക്കിയുള്ള മലക്കുകളെ വിളിച്ചിട്ട് ചൊല്ല് അല്ലാഹു ഇന്നാൽ ഇന്നൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടിര അതുകൊണ്ട് ഫഅഹിബ്ബൂഹു നിങ്ങൾ ഇഷ്ടപ്പെടൂ. അന ഫഅഹബ്ബൂഹു എല്ലാ മലായികത്തും ഇഷ്ടപ്പെടാറ്. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമും ബാക്കിയുള്ള മലായികത്ത് ഇഷ്ടപ്പെടാറ്. അപ്പൊ അല്ലാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് കൊന്തവിടെ എങ്ങനെ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടുള്ള മനുഷ്യന്മാരായ ഞങ്ങൾ കൊന്തവിടെ എങ്ങനെ
അത് കുത്തറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ത് സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിദ്ദുനിയ ദുനിയാവുലു അങ്ങക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അംഗീകാരം ഒരു ഖബൂലിയത്ത് കിട്ടും. മഹാനായ ശൈഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ മഹാന്റെ വിഷയത്തിൽ അല്ലാഹു മുഅ്മിനീന ഖൽബിലും ഒരു ഖബൂലിയത്ത് ഇട്ട് കൊടുത്തരല്ലേ. അതുകൊണ്ടല്ലേ ഇവിടെ വർഷം പ്രതി ഉറൂസായിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ആയിരക്കണക്കുള്ള മുഅ്മിനീങ്ങളുടെ ബന്ധം ചേരേ ഇവിടെ വിജൃംഭണൽ കാര്യക്രമമായിട്ടുള്ളൂ. മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ഒരു ഖബൂലിയത്ത് അല്ലാഹു ഇട്ടതുകൊണ്ടോ. അപ്പൊ ഇതുവേ ഈ മഹാന്മാർ അല്ലാഹും മലായിക്കത്തും മുട്ട വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു മഹാന്മാർ ചെല്ലതുകൊള്ളോ വലിയൊരു ലക്ഷണ അത് മനസ്സിലാക്കണോ. മഹാന്മാർ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ അങ്ങനെ ഇഷ്ടപ്പെടാൻ പോലത്തെ ഒരു വിഭാഗത്ത് അല്ലാഹു ഈ മഹാന്മാർക്ക് ഉണ്ടാക്കൊണ്ടു. സൂറത്തു മറിയമിൽ റബ്ബ് ഞങ്ങളെ ചെല്ലുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞങ്ങൾ ഉസ്താദ് ഇപ്പ ഉദ്ഘാടന ഭാഷണത്തിൽ നെനപ്പാക്കിയിട്ട് സ്വാലിഹീങ്ങ മഹാന്മാർ അങ്ങനെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ മഹബത്ത് വയ്ക്കുന്നത് അത് ഈമാന്റെ ഒരു ഭാഗ ചെന്നിട്ട് ആ ഈമാന്റെ ഒരു ഭാഗമായിട്ടുള്ള മഹബത്ത് ആ മഹബത്ര ഭാഗമായിട്ട് ഉറൂസ് കാര്യക്രമ ആ മഹബത്ത് ഞങ്ങളുടെ ഖൽബിൽ എപ്പോഴും ഭദ്രമായിട്ടിരിക്കണോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായിട്ടുള്ള ദീന്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് ഒരാൾ പുറത്തുപോയെങ്കിൽ അങ്ങനെ ഖൽബിൽ നിന്ന് ഒന്നാമതായിട്ട് ഇല്ലാണ്ടായിട്ട് പോണ്ടതേ ഈ ഒരു മഹബത്ത് ഈ ഒരു പിർസാ ചെല്ലത്. അതുകൊണ്ടായിട്ടിക്കറ് അപ്പുറത്ത് പോയങ്ങ ചറിഞ്ഞു പോയങ്ങ മാഞ്ഞു പോയങ്ങ അങ്ങ പിന്നെ ഇപ്പറ പണ്ടത് ഭാരി കൊറോടി അപരൂപ അല്ലത്. ഒരാള് അഹ്ലുസുന്ന വൽ ജമാഅത്ത് ആശയത്തെ വിട്ടു അപ്പുറ പോയിട്ടുണ്ടായെങ്കിൽ പിന്നെ അങ്ങ് തിരിച്ചിട്ട് ബണ്ടത് ഇപ്പറ ബണ്ടത് ഭാരി കൊറോടി അല്ലേ. അതുകൊള്ള കാരണ മഹാന്മാർ പടിപാട്ടുകാര് അഹ്ലുസുന്ന വൽ ജമാഅത്ത് യഥാർത്ഥ ആശയത്തിൽ നിന്ന് പുറത്തു പോവലോട് കൂടെ പിന്നെ അങ്ങോ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ അങ്ങനെ കറാമത്ത് അല മുഅ്സത്ത് അത് കണക്കേല്ല. പിന്നെ സ്വാലിഹീങ്ങൾ ഔലിയാക്കന്മാരോ അങ്ങ് ദ്വേഷപ്പെടാറ് പറയറാറ്. മഹാനായ ഖുതുബുൽ അഖ്ദാം സുൽത്താൻ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ മേ വിട്ടില്ലവല റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുനെ വിട്ടില്ല. ആ മഹാന്മാരോ റാത്തീബ് ആക്ഷേപിക്കറങ്ങ ആ മഹാന്മാരോ അനുസ്മരണ ആക്ഷേപിക്കറങ്ങ ആ മഹാന്മാരോട്ട് ഒരു വലിയൊരു പകയിട്ടിക്കറ പിന്നെ അങ്ങ തിരിച്ചു പറകൂ സാധ്യത കൊറോടി. കാരണം അങ്ങ് കിട്ടനായോ എല്ലാ അതബ് കേട് അതുമൂലൊക്കെ കിട്ടിട്ടിക്കറ്. ഞാൻ സാന്ദർഭികമായിട്ടൊന്നും നെനപ്പാക്കര. ഞങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ടോ കൊടത്തൂർ അലവി സഖാഫി ഉസ്താദ് അഹ്ലുസുന്ന വൽ ജമാഅത്ത് ആദർശത്തോ വലിയ വലിയ ആലിമീങ്ങോ ഇന്റെ ക്ലാസ് എടുത്തു കൊടുത്തോണ്ടുള്ളൂ. അതുമൂലക്ക അൽ അർഷദി ചെല്ലോ ബിരുദു ഉള്ളോ ധാരാളം ആലിമീങ്ങളെ സമൂഹത്തിക്ക് സമർപ്പണാക്കിയോ ഉസ്താദ്. ഞാൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു അനുഭവിച്ചത് എന്തിനെങ്കിൽ ഉസ്താദ് ഒരു ഇങ്ങനെ പ്രോഗ്രാം പോയപ്പ അവിടെ ഒരാളുണ്ട്. അയാള് കൊറിയ ടൈം മൂന്നോലോ യഥാർത്ഥ ആശയത്തിൽ നിന്ന് തെല്ല് വ്യതിചലിച്ചാലായിട്ട് തെല്ല അപ്പുറ പോയിട്ട് കൊറേ ടൈം അപ്പറിൻ ഉസ്താദ് ഇപ്പ അയാളോ ഞങ്ങൾ അഹ്ലുസുന്ന സുന്നികളെ ഒരു പ്രോഗ്രാമിലോ അവിടെ ആ സ്റ്റേജിൽ അയാളും. അപ്പൊ കാര്യക്രമം എല്ലാം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വിളിച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ പൽക്ക പറഞ്ഞത് കുസാലായിട്ട് ഇങ്ങനെ മുണ്ടിയെ അല്ലാതെ നിങ്ങ അപ്പുറ പോയിട്ടിന്നാറല്ലേ എന്തിനാ ഇപ്പറ വന്നേ അപ്പുറ പോയങ്ങ ഇപ്പറ പണ്ടത് കൊറടിയല്ലേ എന്തേ അത്. അപ്പൊ അയാൾ ചെന്നവർ പലക്കൊണ്ടു ഉസ്താദ് ആണ് തെല്ല അപ്പറ ചരിഞ്ഞിട്ടിന്നെങ്കിലും നക്ക് ഔലിയാക്കന്മാരോട്ടു അങ്ങനെ വിഷയത്തിൽ വലിയൊരു പേടി എന്ത്. ഞാൻ ആരും ദൂരക്ക് പോയിട്ടില്ല, ഔലിയാക്കന്മാരെ കീഴാക്കുക പോയിട്ടില്ല. ഔലിയാക്കന്മാരെ വിഷയം മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിഷയ നക്ക് വലിയൊരു പേടിയായിട്ട്. അപ്പൊ ഉസ്താദ് ചെന്ത് അതുവേ നിങ്ങൾ ഇപ്പറ ബರೋ ಕಾರಣ നിങ്ങ ഇപ്പറ ಬರವಲ್ಲ ಕಾರಣ ಔಲಿಯಾಕന്മാರೊಟ್ಟಿಗೆ ನಿಂಕಿನ ಅವರ ಹುರ್ಮತ್
അപ്പുറം പോയെങ്കിൽ ആ ഹുർമത്ത് നഷ്ടപ്പെടരുത്. പിന്നെ കാലാകാല ഇപ്പുറത്തേക്ക് ഹിദായത്തുറ നേർ തെരുകു പറകൂ സാധ്യത്തെ കുറടി ഇല്ല. നണ്ടോ അഭിപ്രായമല്ല മഹാന്മാരായ ഉലമാഎ കിറാം നമുക്ക് പടിപാട്ടി തന്നത്. കാരണം ഖുർആൻ ചെന്നർ നല്ല സ്വാലിഹീങ്ങ മഹാന്മാർ അങ്ങനൊട്ടിಗೆ മുഅ്മിനീങ്ങു പ്രത്യേകമായിട്ടുള്ള ഉദ് ഒരു പിർസ സ്നേഹത്തോ അല്ലാഹു തആല ഇട്ടു കൊടുക്കറ. ഈ ഉറൂസു ഞങ്ങളിവിടെ മാത്രമാണ് നടക്കരെ. ദർഗാ സിയാറത്ത് മഹാന്മാരോ സിയാറത്താക്കരുത് ഇവിടെ മാത്രമേ ഉള്ളൂ. കുറെ ആൾമാർ ഈ ഇದ್ರ വിരോധിങ്ങ കുറേ ವರ್ಷ മുന്നോൽ ഈ സോഷ്യൽ മീഡിയ വ്യാപക അവർ മുന്നോലോ വാദിച്ചോണ്ടിരുന്നാർ. എന്തിരെ ഇതല്ല ഈ മൈക്കാലത്തും കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലെ മഹാരാഷ്ട്ര അജ്മീർ അവിടെ മാത്രമുള്ള പർത്തെന്തും ഇല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ വ്യാപകമായപ്പ ഇപ്പಂಕ ಅವರು ವಾದಿಕೋ ಸಾಧ್ಯ ಅಲ್ಲ. ಕಾರಣ ಲೋಕತ್ತು ಓಡೆಲ್ಲ ಮುಮಿನೀಂಗ ಉಳ್ಳಾರ ಓಡೆಲ್ಲ ಮಹಾನ್മാർ ജീവിച്ചിട്ടിന്നാറ അവിടെയെല്ലാം ദർഗയും സിയാറത്തും ഉറൂസും ഇണ്ടും നടന്നുകൊണ്ടുണ്ട്. അത് മിഡിൽ ഈസ്റ്റ് പോയെങ്കിൽ അവിടെ ഉണ്ട്. ചിലപ്പോ മക്കത്തിലും മദീനത്തിലും ഇപ്പൊ നമുക്ക് ബാഹ്യമായിട്ട് കാണുക സാധ്യമല്ല. എന്തേ കാരണ അവിടെ ഒന്നും പണ്ട് ഈ ഉറൂസു ദർഗാ സിയാറത്ത് ഇല്ലാത്തത് കൊണ്ടാ അല്ല. അത് പണ്ട് എന്ത് സക്രിയമായിട്ട് നടന്നോണ്ടിന്ത് ആയെങ്കിൽ ഇപ്പുറത്തേക്ക് വഹാബിസം പ്രേരിതമായിട്ടുള്ള ആഡളിತ ബന്നൽ പിന്നെ ഇട്ടിന്ത് അവിടെ ജന്നത്തുൽ ബഖീഅലും ജന്നത്തുൽ മുഅല്ലത്തുലിന്നോ മഹാന്മാരോ ഖബർ ಅದರ ಮೇಲೆ ಬೆಲ್ಲ ಬೆಲ್ಲ ಕುಬ್ಬಗೈನ್ അതെല്ലാം പൊടിയാക്കിയിട്ട് നാശാക്കി വിട്ടാറ്. എത്ര ഇതാക്കെങ്കിലും ഒരു വലിയ കുബ്ബത്തെ തുടങ്ങും ഇത്രത്തോളം സാധ്യമല്ല, സാധ്യവുമില്ല. അത് പരിശുദ്ധമായ റൗള ശരീഫിന്റെ മേലുള്ള ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു കുബ്ബ ಅದರ ತೊಡಗು ಧೈರ್ಯವನ್ನಲ್ಲೇ ಅದುವೇ ಬೆಲೆಯ ಪುರಾವೆಯಲ್ಲೇ ಪಂಡೆ ಕುಬ್ಬ ಉಂಡು. ಮಹಾನ್ಮಾರ ഖബറ മേലെ കുബ്ബാക്കിട്ട് മഹാന്മാര ആദരിച്ചിട്ട് മുഅ്മിനീങ്ങ സിയാറത്താക്കിക്കൊണ്ടുള്ളാറ് ചെല്ലത്. ആദര ഒന്നൈറ്റിക്കറ് ഇബാദത്ത് പിന്നൊന്നൈറ്റിക്കറ് ഞങ്ങളെ പേരിൽ വിരോധിക ആരോപണാക്കിക്കൊണ്ടുള്ളവർ വാദ ഈ സുന്നിങ്ങ ഖബർ പൂജാക്കറാറ് ഗോരി പൂജാക്കറാറ് ഖൽബുൽ ഈമാനും തൗഹീദും ഭദ്രമായിട്ടുള്ള മുഅ്മിനീങ്ങ മഹാന്മാർ ഒരിക്കലും ഇബാദത്ത് നിർവഹിക്കുക പോണ്ടില്ല, അങ്ങനെ ആരാധിക്കുക പോണ്ടില്ല, പൂജാക്കുക പോണ്ടില്ല. ആരാധന ആക്കിയുണ്ടായെങ്കിൽ അത് തപ്പു, അത് ശിർക്ക് ചെല്ലതിലൊരു സംശയമില്ലല്ലേ. യഥാർത്ഥത്തിൽ ഇബാദത്തല്ല, ഗൗരവമായിട്ടിക്കറ്, ബഹുമാനമായിട്ടിക്കറ്. ഇക്റാം ഒന്നു ಬೇರೆ, ഇബാദത്തൊന്നു ಬೇರೆ. ಅದರ വ്യത്യാസം ഗൊന്തില്ലാത്തത് കൊണ്ടേറ്റിക്കറ് വഹാബിസം ആൽമാർക്ക് വലിയ അബദ്ധം സംഭവിച്ചു പോയേ. പരിശുദ്ധമായ മദീനത്തിൽ വലിയ ഖുബ്ബ ഇണ്ടും നിലനിന്നിട്ടുണ്ടോ. ഇനി ഗൾഫ് കൺട്രി കുറെ ഭാഗത്ത് പോയി ഇപ്പം കാണുക സാധ്യമാവോളൂ. ഒമാൻ ഗൾഫ് കൺട്രി അല്ലേ. ഒമാനിൽ എത്ര മഹാന്മാർ ഖബറായിട്ടിക്കറുള്ളേ. അമ്പിയാക്കന്മാർ ഖബറുണ്ടോ, ഔലിയാക്കന്മാർ ഖബറുണ്ടോ. ഒമാന്റെ മസ്കത്തിലുണ്ടോ, സലാലത്തിലുണ്ടോ. ഫലസ്തീൻ പോയി നോക്കിയെങ്കിൽ എത്ര മഹാന്മാരോ അമ്പിയ ഔലിയാക്കന്മാരോ ഖബർ മഖ്ബറ ഫലസ്തീനിൽ കാണുക സാധ്യമാവോടോ. ഈജിപ്തിലുണ്ടോ, സിറിയത്തിലുണ്ടോ. സിറിയത്ത് ഡമാസ്കസിൽ എത്ര മഹാന്മാരായിട്ടിക്കലുള്ളേ. അതേപോലെ ലബനാനിലുണ്ടോ. പിന്നെ ഞങ്ങളോ മിഡിൽ ഏഷ്യത്തേക്ക് വന്നോണ്ടായെങ്കിൽ കുറെ കൺട്രിയില് ഉസ്ബെക്കിസ്ഥാനിൽ എത്ര വലിയ ഖബറായിട്ടിക്കറുള്ളേ. മഹാനായോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രൗഢഗംഭീരമായിട്ടുള്ള മഖ്ബറ, ഇമാം തിർമുദി റളിയല്ലാഹു അൻഹു പ്രൗഢഗംഭീരമായിട്ടുള്ള മഖ്ബറ ഉസ്ബെക്കിസ്ഥാനിൽ കാണുക സാധ്യമാവില്ലേ. ഇനി സൗത്ത് ഈസ്റ്റ് ഏഷ്യത്ത് പോയോണ്ടായെങ്കിൽ മലേഷ്യത്തിലും ഇന്തോനേഷ്യത്തിലും സിംഗപ്പൂരിലും എത്ര മഹാന്മാർ മഖ്ബറ അവിടെ സിയാറത്ത് സക്രിയമായിട്ട് നടന്നോണ്ടില്ലേ. ഈ ഇന്തോനേഷ്യ മലേഷ്യത്തിലുള്ള ദീനത്ത് വാട്ടിലാറ് കേരളത്തമ്മ മൈക്കാലത്തമ്മ ഉസ്താന്മാർ പോയിട്ട് ദീനത്ത് വാട്ടിലമ്മ അതല്ലല്ലേ. ഞങ്ങക്ക് ദീനെത്തിയ അറബിൽ നിന്നായിട്ട്
സ്വഹാബത്ത് അല്ലെങ്കിൽ താബിഈങ്ങ ദീനത്ത് മാറ്റി തന്നറാർ, ഇമാമിങ്ങ ദീനത്ത് മാറ്റി തന്നരേ. അതേ മഹാന്മാരായിട്ട് എന്ത് അപ്പറ സൗത്ത് ഈസ്റ്റ് ഏഷ്യത്തേക്ക് പോയിട്ട് ദീനത്ത് മാറ്റി തന്നരേ. 2 വർഷം മുന്നോലു മലേഷ്യ സന്ദർശനത്ത് പോയ സന്ദർഭത്തില് ഞാൻ അനുഭവിച്ചത്, മലേഷ്യത്തോ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ടോ മലാക്ക ചെന്നിട്ട് അവിടുത്തെ കൊറേ കഴിഞ്ഞിട്ട് ഒരു ആർബാറ് വന്നിട്ട് പിന്നെ ഒരു ബോട്ടിലോ ഒരു 20 മിനിറ്റ് യാത്രക്കെങ്കിൽ പുലാവ് ബസാർ ചെല്ല ഒരു ഹൈലാൻഡ് ഒരു ദ്വീപ കിട്ട. ആ ദ്വീപത്തില് ഒരു വലിയ മഹാണ്ടോ ഖബറുണ്ടോ, മഹാനായോ ശൈഖ് ഇസ്മായിൽ സുൽത്താനുൽ ആരിഫീൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാണ്ടോ ഖബറു, വലിയ ഖബറു. അവിടെ സിയാറത്ത് മനുഷ്യന്മാർ ഇപ്പം പോയിട്ടുള്ള ആര് ഇന്ത്യ തങ്ങ ബ്യാരിങ്ങമാ മലയാളിങ്ങമാ അല്ല. ഇന്തോനേഷ്യത്ത് പോയെങ്കിൽ അവിടെയും കുറേ മഹാന്മാർ, ജാവ ദ്വീപിലും സുമാത്ര ദ്വീപിലും എത്ര മഹാന്മാർ. കന്യാകുരി ജക്കാർത്തത്ത് ഒരു തെല്ല് ജക്കാർത്ത സിറ്റിയിലെ ഒരു വലിയ മഹാൻ ശൈഖ് സയ്യിദ് ഹുസൈൻ അൽ ഐദ്രോസ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആ മഹാന്റെ സിയാറത്ത് നാ പോയിട്ടിരുന്നു. അവിടെ എത്ര മുഅ്മിനീങ്ങ സിയാറത്താക്ക വേണ്ടേ, ആണിങ്ങ ഉള്ളാർ പെണ്ണിങ്ങ ഒരു സൈഡില്, ഹിരിയങ്ങും കിരിയങ്ങും വെൽവെല്ലോ ആലിമീങ്ങളും സിയാറത്തുക്ക് വേണ്ടേ. സിംഗപ്പൂർ അവിടെ മഹാനായോ സിംഗപ്പൂർ സുൽത്താൻസിന്റെ പേരിലെ അറിയപ്പെട്ടൊരു ഒരു വലിയ മഹാന് ശൈഖ് ഹബീബ് നൂഹ് റഹ്മഹുല്ലാഹ്, സിംഗപ്പൂർ സിറ്റിയിലെ ടൗണിലേറ്റിക്കര് ആ മഹാന്റെ ഖബറുള്ളൂ. അവിടെ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് എത്ര മുഅ്മിനീങ്ങ സിയാറത്ത് വേണ്ടേ. അപ്പൊ ഇങ്ങല്ല ദീന്റെ പുറത്തു പോയങ്ങ അനാചാരത്തിൽ മുളിങ്ങങ്ങമാ അല്ലല്ലേ. അങ്ക് ദീനത്ത് മാറ്റി കൊടുത്തരേ മൈക്കാത്തകമാ കേരളത്തമാ ഉസ്താദുമാരെന്തുമല്ല. യമനിൽ നിന്ന് വന്ന മഹാന്മാർ, മദീനത്തിൽ നിന്ന് വന്ന മഹാന്മാർ, ഈജിപ്തിൽ നിന്ന് വന്ന മഹാന്മാർ അവിടെ ദീനത്ത് മാറ്റിയാറ്. അണ്ട് പണ്ട് കിട്ടിയ ദീൻ അത് പരമ്പരാഗതമായിട്ട് ഇനിയും മുഅ്മിനീങ്ങ ആചരണാക്കിക്കൊണ്ടുള്ളാറ്. ലോകത്തെ മുസ്ലിമീങ്ങളെ പാരമ്പര്യ അത് മഹാന്മാർ അമ്പിയ ഔലിയാക്കന്മാർ ആദരിക്കുന്നത്, അങ്ങനെ ബഹുമാനിക്കുന്നതും അങ്ങനെ സിയാറത്താക്കുന്നതും അങ്ങനെ കൊണ്ട് തവസ്സുൽ ഇസ്തിഗാസ നടത്തുന്നത് ഞാൻ സാന്ദർഭികമായിട്ട് നെനപ്പാക്കിക്കൊണ്ടുള്ള ഈ റായത്തിൽ ഉറൂസാക്കുമ്പോ ചിലപ്പോ ക്വസ്റ്റ്യൻ കേൾക്കുവാറ്, ഉറൂസ് അവിടെ ഉണ്ടാ ഇവിടെ ഉണ്ടാ, അത് കൊല്ലം മറുപടിയായിട്ട് നിൽക്കുന്നതാണ്. മുണ്ടടിയായിട്ടൊന്നും നെനപ്പാക്കിയേ എന്റെ അനുഭവം വിവരിച്ച് എന്നേ ഞാൻ പോയത് തെരിമാട്ടുകല്ല, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയിട്ട് അല്ലാഹു ഞങ്ങളുടെ യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്ത് ആദർശത്തില് മരിപ്പ് തോലും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഔലിയാക്കന്മാർ സിയാറത്തിക്ക് ഞങ്ങൾ പറയുമ്പോ ഔലിയാക്കന്മാർ ഞങ്ങളെ റായത്തിൽ അന്ത്യവിശ്രമിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾ എപ്പോഴും ആലോചനാക്കനായ ഒരു കാര്യ, ഈ മഹാന്മാർ ഇണ്ടും അങ്ങ് സ്മരണീയ വ്യക്തികളായിട്ട് ബാക്കിയിടാറ്. എല്ലാവരും സിയാറത്തുക്ക് വണ്ടാറ്. അങ്ങ് ഗന്തിപ്പോയങ്ങ അങ്ങ് ജയിച്ചു പോയങ്ങാണ്ട് അത് വലിയൊരു ലക്ഷണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈ മഹാന്മാർ ഇത്രയും വലിയൊരു പദവിക്ക് എത്തകൊള്ള കാരണം എന്തേ? ഞങ്ങും അങ്ങനെ ഒരു റൂട്ടിൽ പോണ്ടേ. കാലി അല്ലെങ്കിൽ കാലി സിയാറത്ത് അത് മാത്രമേ ആവല്ല, മഹബത്ത് വേണോ. പരിശുദ്ധ ഖുർആൻ ചെന്നര് ഉദ്ദു മഹബത്ത് അത് വേണോ ചെന്നിട്ട് ಅದರೊಟ್ಟಿಗೆ ಅಮಲು ಸ್ವಾಲಿಹಾತು ನಂಗೆ ಬೇಣು. ആ മഹാന്മാരുടെ ജീവനത്തോ ഞങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കറോ യഥാർത്ഥ മുഅ്മിനീങ്ങളാവണോ. ഞങ്ങ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഒരു ജാഗല് ഞങ്ങൾക്ക് പടിപാട്ട് തന്നെ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു وأبشروا بالجنة التي كنتم توعدون. എന്തിനാ ഇതിനർത്ഥ? മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുമ്പോഴത്തെ വിശേഷത്തായിട്ട് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് നണ്ട റബ്ബ് അല്ലാഹ് ചെല്ലങ്ങ അഥവാ അല്ലാഹുറോട്ടുള്ള ഈമാൻ ഭദ്രമായ
ഈമാൻ സമ്പൂർണമായ പിന്നെ നല്ല നിലക്ക് നേരെ ചൊവ്വേ ഇസ്തിഖാമത്തിൽ ജീവിച്ചങ്ങ. രണ്ട് കാര്യം അല്ലാഹു ചൊല്ലേ. ഒന്നു ഖാലു റബ്ബുനല്ലാഹ് ഈമാനിന്റെ വിഷയം. പിന്നൊന്നു തുമ്മസ്തഖാമു ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് എന്ന് ദീൻ എന്താണ് നിങ്ങൾക്ക് പടിവാട്ടിറാം അതിനെ സമ്പൂർണമായിട്ട് അനുസരിച്ചിട്ട് അത് ബദ്ധായിട്ടുള്ള ജീവനാണ്. എങ്ങനെ ആരെങ്കിലും ജീവിച്ചോണ്ടായെങ്കിൽ എന്തേ ഈമാനും ഇസ്തിഖാമത്തും ഇത് രണ്ട് ഒരാളുടെ ജീവനത്തിൽ ഇന്നെങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാഹുവിന്റെ മലായികത്ത് ഇങ്ങനെ ഇൽഞ്ഞി ബർവാർ. അല്ലാഹുവിന്റെ മലായികത്ത് ഇൽഞ്ഞി ബർവാർ. അല്ലാ തഖാഫു വലാ തഹ്സനു ഇങ്ങനെ മുട്ട വന്നിട്ട് ഒരു ശുഭവാർത്ത തിരുമാട്ടുവാറ്. നിങ്ങ പേടിക്കണ്ടവാ, നിങ്ങ എന്തും ബേജാറാവണ്ടവാ. വബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ നിങ്ങൾക്ക് വാഗ്ദാനമാക്കിയ സ്വർഗ്ഗം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സന്തോഷിക്കൂ. ആറ് ചെല്ലേ അല്ലാഹുവിന്റെ മലായികത്ത് ആറൊട്ടിಗೆ ചെല്ലേ ഈമാനും ഇസ്തിഖാമത്തുള്ളങ്ങളൊട്ടിಗೆ. ഇത് എപ്പ ചെല്ലേ? മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ചൊല്ല് ഇൻദ മൗതിഹിം സുബ്ഹാനല്ലാഹ് മരിപ്പുറ ടൈമിലെ ശരീരത്തിൽ നിന്ന് എപ്പ റൂഹ് പോണ്ട ആ റൂഹ് പോണ്ട ടൈമിലെ അല്ലാഹുവിന്റെ മലായികത്ത് ഇൽഞ്ഞി വന്നിട്ട് ഈ പോയിന്റ് ചെല്ലാർ. ഏത് വിഷയ? നിങ്ങ പേടിക്കണ്ട, നിങ്ങ ബേജാറാവണ്ട. പേടിക്കണ്ട ഏത് വിഷയത്തിൽ? ലാ തഖാഫു മിമ്മ അൻതും ഖാദിമൂന അലൈഹി ഫിൽ മുസ്തഖ്ബിൽ ഇനി എന്തെല്ലാം നടക്കുകൊണ്ട ഖിയാമത്ത് നാളിന്റെ വിഷയ, പരലോകത്തെ വിഷയ, ഹിസാബിന്റെ വിഷയ, മീസാന്റെ വിഷയ എന്തും പേടിക്കണ്ട, നിങ്ങ ബേജാറാവണ്ട. അലമാ ഫാറഖ്തുമൂഹു മിൻ അംവാലിൻ ഔ ഔലാ ദുനിയാവരെ നിങ്ങൾ വിട്ടുപോകുമ്പോ നിങ്ങളുടെ സ്വത്ത് സന്താനത്തെല്ലാം വിട്ടുവന്നല്ലേ, നിങ്ങൾ ബേജാറാവണ്ട. എപ്പ ചെല്ലേ? മരിക്കുന്ന ടൈമല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു മരണ ഒരു വ്യക്തി കിട്ടിയോണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്തൊരു സൗഭാഗ്യല്ലേ. അല്ലാഹുവേ നമുക്ക് ആ ഭാഗ്യം താ. അല്ലാഹ് ആ സൗഭാഗ്യം നമുക്ക് നീ തന്ന് അനുഗ്രഹിക്കുന്നു റഹ്മാനേ. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ് ഇൻദൽ മൗത്ത് മരിക്കുന്ന ടൈമിലും വഇൻദൽ ഖബർ ഖബർ പോണ്ട ടൈമിലും വഇൻദൽ ബഅസ് നാളെ എണിക്കുമ്പം പരലോക ജീവനത്ത് കയറ്റി എണിക്കുമ്പം മൂന്ന് സന്ദർഭത്തിലും മലായികത്ത് വന്ന് ചെല്ലാറ് നിങ്ങൾ പേടിക്കണ്ട, ബേജാറാവണ്ട. ഇതാരയിൽ ചെല്ലേ? ഈമാൻ കറക്റ്റായോ ഇസ്തിഖാമത്തിൽ ജീവിക്കരേ. ഇസ്തിഖാമത്ത് എന്നെങ്കിൽ എന്തിനെ? നേർക്ക് നേർ കറക്റ്റ് ദീന് പടിമാട്ടിയോ അതേ രീതിയിൽ ജീവിക്കുന്നതായിട്ട് ഇസ്തിഖാമത്ത്. ദീൻ പടിമാറ്റുന്നതിന് ദീനക്ക് കഷ്ടമായ കാര്യം എന്ത് ചെന്തം തറ. ഉമ്മമാരെ പെങ്ങന്മാരെ അങ്ങ് ആലോചനാക്കും. ദീന് ഞങ്ങൾക്ക് കഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തെ പടിമാട്ടിറ. ഇന്ന ദീന യുസ്ർ ദീന സരളായിട്ട് സിമ്പിൾ ആയിട്ട് കറിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപാട്ടിയത്. അപ്പൊ ആ ദീൻ നമുക്ക് പടിപാട്ടിയെന്തേ? 5 നേരത്തെ നിസ്കാരം ഒന്നും 5 നേരത്തെ നിസ്കാരം ഒന്നും മിസ്സാവാത്തതുപോലെ കറക്റ്റ് നിങ്ങൾ ടൈം ടു ടൈം നിസ്കരിക്കണോ. നിസ്കാരത്തെ വിഷയ ഖുർആൻ എത്ര ജാഗയിട്ട് കരിച്ചെന്നരേ, എത്രമാ ജാഗൽ ഖുർആൻ വിവരിച്ചത്, ഹദീസ് വിവരിച്ചത്. നിസ്കരിക്കാത്തങ്ക് നിസ്കാരത്തെ ബെടക്കാക്കറങ്ങ. ഞങ്ങൾ ഗൊന്തില്ലേ സൂറത്ത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവിടെ എന്തേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ നിസ്കരിക്കറങ്കെ നാശമുണ്ടു, നരകമുണ്ടു. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ നിസ്കാരത്തെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത അശ്രദ്ധയിലായങ്ങ. അശ്രദ്ധയിലായങ്ങ എന്നെങ്കിൽ ഒന്ന തീരെ നിസ്കരിക്കല്ലേ, അല്ലെങ്കിൽ നിസ്കരിക്കാറ് എപ്പെങ്കിലും ഒരു ടൈം കിട്ടിയ മാത്രം ഇടയിടക്ക് എപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു നിസ്കാറില്ല. അല്ലെങ്കിൽ നിസ്കരിക്കാറ് എല്ലാ ഭക്തരും നിസ്കരിക്കാറ് ആയെങ്കില ടൈം അപ്പറിപ്പറാക്കിയിട്ട് ഖളാ ആക്കി നിസ്കരിക്കരേ.
മൂന്നൈത്ത്. ഇനി നാലാമത്തെ ഒന്നുണ്ട്. നിസ്കരിക്കാറ് നിസ്കാര തുടങ്ങിയതേ ഒന്നുള്ളൂ, സലാം വീട്ടും തോലും ഞാൻ നിസ്കരിച്ചോണ്ടുള്ള ഒരു ബോധമേ ഇല്ലാണ്ട് നിസ്കരിക്കണം. ഈ 4 കൂട്ടരും ഈ വ്യാപ്തിയിൽ ചേർന്നിട്ട് മഹാന്മാരായ അയിമ്മത്ത് നമുക്ക് പടിപാട്ടി തണ്ടാണ്. അതുകൊണ്ട് നിസ്കാരത്തെ വിഷയം എപ്പോഴും ശ്രദ്ധിക്കും. അതേപോലെ തീരെത്ര സുന്നത്ത് നിസ്കാരത്തോ ജീവനത്തിൽ ഞാൻ കൊമ്പറണോ ഇതായിട്ട് ഇസ്തിഖാമത്തെന്നെങ്കിൽ മിനിമം മുഅക്കദായ സുന്നത്ത് നിസ്കാര സുബൈ നിസ്കാരത്തോ 2 റക്അത്ത് നിസ്കാര. സുബ്ഹാനല്ലാഹ്, അത്ര മഹത്വം മനസ്സിലാക്കിയെങ്കിൽ ആറത് പെടാല. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ടാക്കി ഹദീസിൽ കാണുന്നത് റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. എല്ലാ ഹദീസ് കിതാബിലും നമുക്കിത് കാണുക സാധ്യമാവും. ഞങ്ങൾ അർത്ഥാക്കൾ ഇഷ്ടപ്പെട്ട ബാലക്കാരുമാർ സുബൈ നിസ്കാര ഫർദ് നിസ്കരിക്കുമ്പോ അതിരൊട്ടി അതിര 2 റക്അത്തല്ലേ ദീർഘമായിട്ട് 5, 10 ആനന്ദ ചെന്നില്ല 2 റക്അത്ത്. ആ 2 റക്അത്ര മഹത്വ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ദുനിയാവും ദുനിയാവിലുള്ള എല്ലാ താട്ട് ഖൈർ അഥവാ ഇടീ ദുനിയാവും നിങ്ങൾക്ക് കിട്ടതും നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുന്നതും നിങ്ങൾക്ക് ഖൈർ ഈ 2 റക്അത്ത് നിസ്കാര. ദുനിയാവ് ചില്ലറമാണ്, ദുനിയാവ് ಬೆಲೆತ್ತರ. ഞങ്ങളുള്ള ഈ പള്ളി ഈ പരിസര ಇದರೋ ವ್ಯಾಲ್ಯೂ ಕಣಕಾಕ ಬಯಂಗ ಎತ್ತರ ಕೋಟಿರ್ಪರ ಆಸ್ತಿ ಇಲ್ಲ. ನಾನು ಈ ದೊಡ್ಡನ ಗುಡ್ಡಾಸಲ್ಲ ಈ ರಾಯತ್ತೋ ವ್ಯಾಲ್ಯೂ ಕಣಕಾಕ ಬಯಂಗ ವ್ಯಾಲ್ಯೂ ಎತ್ತರ ಇಟ್ಟಿಕ್ಕು. ಇಡೀ ಉಡುಪಿ ಜಿಲ್ಲೆರೋ ಬೆಲೆ ಎತ್ತರ ಇಟ್ಟಿರು, ಇಡೀ ಕರ್ನಾಟಕದ ಬೆಲೆ ಎತ್ತರ, ಇಂಡಿಯತ್ತ ಬೆಲೆ ಎತ್ತರ ನಂಕದು ಕಣಕಾಕೋ ಸಾಧ್ಯ ಆಗಲ್ಲ. ಏಷ್ಯತ್ತ ಬೆಲೆ ಎತ್ತರ, ಇಡೀ ಭೂಮಿರೋ ಬೆಲೆ ಎತ್ತರ. ഭൂമി മാത്രല്ല എല്ലാം ഇടീ ദുനിയാവുള്ള എല്ലാം അതിനായിട്ട് നിങ്ങൾക്ക് ഖൈറ്. 2 റക്അത്ത് സുബൈറ 3 സുന്നത്ത് നിസ്കാരാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാട്ടി തന്നത്. അതുകൊണ്ട് പിർസപ്പെട്ട മുഅ്മിനീങ്ങളെ ആ സുബൈറ 3 റവാത്തിബ് 2 റക്അത്ത് നിസ്കാരത്തോ കറക്റ്റ് ഇപ്പോഴും നിസ്കരിച്ചോണ്ടുള്ള അത് ചന്തത്തിലെ ഇനിയും നിസ്കരിക്കണോ. നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കണ അത് കടിപിടിയാക്കാണ്ട് ಅದರ ഷർത്ത് ഫർളെല്ലാം പാലിച്ചിട്ടുള്ള നിസ്കാരമാവണോ. ನಾನು സാന്ദർഭികമായിട്ട് ನೆನಪಾക്കற കുറെ മുഅ്മിനീങ്ങൾ നിസ്കരിക്കില്ല ಅಂತಲ್ಲ. ആയെങ്കിൽ ഇഅ്തിദാൽ അങ്ങനെ സമാവുല്ല, റുകൂഉ സമാവുല്ല, സുജൂദ് സമാവുല്ല. നിസ്കാരത്തെ വലിമാമത്തെ ഫർളല്ലേ തുമഅനീനത്ത് ഉള്ളത്. തുമഅനീന ചെല്ലത് തുമഅനീന ചെന്നെന്തരേ ഞങ്ങൾ പണ്ട് മദ്രസ പഠിച്ച അടങ്ങി താമസിക്കുക, ചില സൈലന്റ് ആയിട്ട് ഇക്കണോ. ഞങ്ങ ഏതൊക്കെ പോണ്ടമാ അതും അതിര പിന്നത്തത് ജണ്ടായിട്ട് കാണ്ട നിലക്ക് സുബ്ഹാനല്ലാഹ് ചെല്ലത്തിറങ്ങിലും ടൈമു തെല്ല് ഞങ്ങളുടെ തടി സൈലന്റ് ആവണം, പന്താട്ട് ഇക്കണോ. അപ്പൊ കുറെ ആൾമാർ റുക്കു പോണ്ട എങ്ങനെ ഫർദ് ജമാഅത്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കറ, കാരണം ഇമാം പോണ്ടതുപോലെ പോണ്ടത് കൊണ്ട്. സുന്നത്ത് നിസ്കാരിക്ക പിന്നെ വന്നെങ്കിൽ റുക്കു ഇങ്ങനെ ബഗ്റോ അപ്പൊ വരെ എനിക്കല്ല ഈത്തിദാലിങ്ങനെ സമാറ ഒരു ബഗ്ഗൽ ഓടെ സുജൂദ് പോണ്ടവരെ എനിക്കരേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാക്ക ഇങ്ങനെ കൊത്തുന്നത് പോലെ നിസ്കരിക്കറങ്ങ. ആ നിസ്കാര 100 റക്അത്തല്ല 1000 റക്അത്ത് നിസ്കരിച്ചെങ്കിൽ എന്തൊരു ഫല കിട്ടും, എന്തൊരു ഫായിദ കിട്ടും. ഒരു 3 വട്ടെങ്കിലും തസ്ബീഹ് ചൊല്ലുകൊള്ള ഞങ്ങൾക്ക് ടൈം കിട്ടില്ലാണ്ടായെങ്കിൽ പിന്നെ റബ്ബുക്ക് ഞങ്ങൾ എന്തൊരു ഇബാദത്ത് നിർവഹിക്കേ. 3 അല്ല, ഭയങ്കര അർജന്റ് 1 വട്ടെങ്കിലും സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി അല്ലെ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി ചൊല്ലുക ആവില്ല. ഞങ്ങൾക്ക് ഈത്തിദാൽ വന്ന് ചുമ്മാ നിസ്കാരം നിയമേ ഒന്ന് അബ്സർവ് ആക്കും. പിന്നോർത്തോട് നോക്കണ്ടല്ലാതെ അർത്ഥം നിങ്ങൾ നിസ്കാരത്തെ നോക്കുറോ. നല്ല നിസ്കാരം എങ്ങനെയുണ്ടോ, റുക്കൂലിനൊക്കെ സബുറ് വേണ്ട ഇല്ലേ, ഈത്തിദാൽ സബുറാക്കിയിട്ട് തെല്ലാറ റബ്ബനാ ലക്കൽ ഹംദ് ചെന്നിട്ടേ പോണ്ടമാ അല്ലേ. ഞങ്ങൾ തിങ്കാക്കണോ ഞാൻ കറക്റ്റ് അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ ഞങ്ങൾ ബദലാവന കൊമ്പറും ചേഞ്ചസ് കൊമ്പറും. അള്ളാഹു ഞങ്ങളെ ഇബാദത്ത് ഖബൂലാക്കനെ വലിയ ഷർത്ത് ഫർദുണ്ട്, അത് ഞങ്ങൾ പഠിക്കണോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ ചെന്നോട്ടുള്ളൂ
ഓരോന്നും വിവരിക്കുള്ള ടൈമില്ല, കൊറിയ ടൈമേ ഞങ്ങൾ മുന്നോളുള്ളൂ. അപ്പൊ സുന്നത്ത് നിസ്കാര ളുഹുറ മുന്നോല് പിറവുള്ള ജൻജന്റെ റക്അത്ത്, മഗ്രിബിറ പിന്നെ ഉള്ള ജൻ റക്അത്ത്, ഇശാൽ പിന്നെ ഉള്ള ജൻ റക്അത്ത്, ഇത് മിനിമം ഒട്ടിಗೆ 10 റക്അത്ത് റവാതിബ്. ഇതെങ്കിലും കറക്റ്റ് നിസ്കരിക്കണോ, നിസ്കരിക്കാത്ത തീരുമാനമെടുക്കണോ. അതുപോലെ ഞങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ ഞങ്ങളെ ഇബാദത്ത് എന്തേ? ഞങ്ങളുടെ റായത്തി മഹാനിക്കുമ്പോ ആ മഹാന്റെ ഖബർ കാണുമ്പോ ഞങ്ങൾക്ക് എപ്പോഴും ആ മഹാന്റെ ജീവന ശൈലി, ഞങ്ങളെ ഇബാദത്ത്, ഞങ്ങളെ ആധ്യാത്മികത്തെ അത് ഞങ്ങൾക്ക് പ്രചോദനാവണോ, പ്രേരണാവണോ. അപ്പൊ ഇബാദത്ത് ഞങ്ങളെ മേൽ ഫർദാക്കിയോ. നിസ്കാര സുന്നത്തായിട്ട് നിസ്കാരം നിർവഹിക്കരേ. ഇസ്തിഖാമത്ത് ഉദാഹരണം ചെന്നിട്ടുള്ളതാണ്. രണ്ട് വിഷയത്തിലെ ഖുർആൻ ചെന്നോ. ഒന്ന് ഈമാന് ഭദ്രമായിട്ട് ഇസ്തിഖാമത്തിൽ ജീവിച്ചെങ്കിൽ മലായിക്കത്ത് മരിക്കുമ്പോ വന്നിട്ട് സന്തോഷ വാർത്ത തെരിവാട്ടുവാറ്. ആ ഇസ്തിഖാമത്ത് ചെന്ന് ഇത് ഞങ്ങളെ മേൽ ഫർദായിട്ടുള്ള കാര്യം നിർവഹിക്കറോ, സുന്നത്തായിട്ടുള്ള കുറെ കാര്യം നിർവഹിക്കറോ. ആ കൂട്ടത്തിൽ സുന്നത്ത് നിസ്കാര, കൊറിയ ഖുർആൻ ഓതുവോതരെ, കൊറിയ ദിക്ർ ചെല്ലേ, കൊറിയ സ്വലാത്ത് ചെല്ലേ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ നാവ് കാക്കരേ. ഞങ്ങളുടെ നാവ് ഒരു സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ട വന്നിട്ട് കേക്കറ്. മഹാനായ സുഫ്യാൻ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, നബിയേ നക്ക് നിങ്ങ ഉപദേശ തരണോ, ഒരു ഉപദേശ തരും, ഞാനത് അങ്ങനെ ഗട്ടിയായിട്ട് ഭദ്രമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണം. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു, ഖുൽ റബ്ബിയല്ലാഹ് സുമ്മ ഇസ്തഖിം, നിങ്ങൾ ഈമാന്റെ കറക്റ്റ് ആക്കിയിട്ട് ഇസ്തിഖാമത്തിൽ ജീവിക്കറോ. നബി തങ്ങൾ കൊടുത്ത മറുപടിയും ഇതേ ഈ ഖുർആന്റെ ആയത്ത്. പിന്നെ അയാള് കേക്കറ്, നബിയെ ഞാൻ ചുമ്മ പേടിക്കനായ കാര്യമേത്? അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ലിസാന നഫ്സിഹി, നബി തങ്ങൾ നാവ് കാട്ടി ചെന്ന് ഇതുറ നിങ്ങൾ പേടിക്കണോ, നാവ് പേടിക്കണോ, നാവ് ജാഗ്രത ആക്കണോ. ഞങ്ങളെ നാവ് കൊണ്ട് കളവ് പറകുത്തീറ, ഞങ്ങളെ നാവ് കൊണ്ട് പിന്നരാളുടെ എണ്ണറോ ദൂറോ ആക്ഷേപിക്കറോ കീലാക്കറോ താത്സാരമാക്കരേ. ഇതൊരിക്കലും ഞങ്ങളെ നാവ് കൊണ്ട് പറകുത്തീറ. ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന പലക്കത്തെ താത്പര്യ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ നമുക്ക് പരിപാടി തന്നില്ലേ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. സാധാരണ നിസ്കാരത്ത് പറയുമ്പോ ഉസ്താദുമാർ ഓതം പോലത്തെ സൂറത്തല്ലേ, ഞങ്ങൾക്ക് പരിചയമുള്ള സൂറത്തല്ലേ. ആ സൂറത്ത് ആശയത്തെ ഞങ്ങൾ മനസ്സിലാക്കണോ. വൈൽ സർവനാശമുണ്ട്, അല്ലെങ്കിൽ നരകത്തെ ഒരു ഏരിയ, അങ്ങനെ മുഫസ്സിരിങ്ങ വ്യാഖ്യാനം കൊടുത്തത് കണ്ട്. നരകമുണ്ടോ ആർക്ക് ചെല്ലേ? ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, വ്യഭിചരിച്ചെങ്കിട്ട, കട്ടൻകിട്ട, ശിർക്കാക്കിയങ്കിട്ട അല്ല ഖുർആൻ കൂടെ ചെന്നോട്ടുള്ളേ. ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ എന്ത്ര ഇതിനർത്ഥ? ഇത് ഞങ്ങളെ ഒട്ടിಗೆ ജീവിച്ചോണ്ടുള്ള ഞങ്ങളെ സഹജീവിങ്ങ മനുഷ്യന്മാർ. ചിലപ്പോ ഞങ്ങളെ സ്വന്തം ഇലങ്ങ മുത്തങ്ങ മാറിയിട്ട്, അല്ലെങ്കിൽ നിരക്കരങ്ങളായിട്ട്, അല്ലെങ്കിൽ കുടുംബത്തങ്ങളായിട്ടിക്കോ, അല്ലെങ്കിൽ ചങ്ങായിമാർ പരസ്പരം മനുഷ്യന്മാരോ നൊമ്പലാക്കറങ്ങ, ബേജാറാക്കറങ്ങ, കീലാക്കറങ്ങ, ഇൻസൾട്ട് ആക്കറങ്ങ, പരിഹസിക്കറങ്ങ. ഇതെല്ലാം മഹാന്മാർ വ്യാഖ്യാനം കൊടുത്തറാർ. അതുകൊണ്ട് എല്ലാം നാണ് സംഗ്രഹാക്കി ചെന്നോട്ടുള്ളേ. മനുഷ്യന്മാർ പിന്നർത്തറോ കീലാക്കരേ, പറയിരേ, ദൂരേ, പിന്നൊരുത്തറ മനസ്സു നൊമ്പലാക്കരേ. ഇങ്ങൂ കഠിനമായ ശിക്ഷ ഉണ്ടോണ്ടു പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഞങ്ങളയിൽ ചൊല്ലുമ്പോ പിസ്സപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്ക് പിന്നൊരുത്തക്ക് ഹെൽപ്പ് ആക്കുക സാധ്യമായില്ലെങ്കിലും, പിന്നൊരുത്തക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കുക സാധ്യമായില്ലെങ്കിലും, ആറും മനസ്സും നൊമ്പലാക്കിരണ്ട, ആറും ബേജാറാക്കിരണ്ട, ഒരാളും കീലാക്കിരണ്ട. അത് ഞങ്ങളെ ഈമാന്റെ മേ ബാധിക്കൂ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കേട്ടാറ്, കുറെ ആൽമാർ
മരിപ്പുറ ടൈമിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോണ്ടല്ലേ? അതുകൊള്ള കാരണം എന്തേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിവരിച്ച രണ്ട് കാരണമുണ്ടോ? നക്ക് സൂഉൽ ഖാതിമ വന്നു പോവാ ചെല്ലവർ പേടിയില്ലാത്തങ്ങ. ನಾನು ಮರಿಕೊಂಬೋ ನಂಡ ಲಾಸ್ಟ್ ಟೈಮುಲ್ ನಕ್ ನಂಡ ಈಮಾನ್ ಕಾಕೋ ಸಾಧ್ಯಮಾವ ಇಲ್ಲೇ ಚೆಲ್ಲವರು ತೆಲ್ಲೆ ತೆಲ್ಲೆ ಟೆನ್ಷನ್ ಇಲ್ಲ ತಂಗ ಬೇಜಾರಿಲ್ಲ ತಂಗ അങ്ങകോ സൂൽ ഖാതിമ വന്നു പോവോ. രണ്ടാമതായിട്ട് ഇമാം കൊടുത്ത ഉത്തര മനുഷ്യന്മാർക്ക് ഇടങ്ങേറാക്രങ്ങ. മനുഷ്യന്മാർ ഇടങ്ങേറാക്രങ്ങ, ഉപദ്രാക്രങ്ങ. ആ ഉപദ്രാക്രങ്ങോ ഈമാൻ നഷ്ടപ്പെട്ടു പോണ്ടവർ ഗതികേട് വന്നു പോവുണ്ടോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എപ്പോഴും എച്ചരിക്കല് ശ്രദ്ധിക്കനായ നെനപ്പുൽബേക്കനായ ഒരു ഫലക്ക. ചെറിയ വിഷയമല്ല. കുരേൽമാർ ഒരു ആദത്തിക്കര് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളെ കണ്ടേ അങ്ങനെ കീഴാക്കോ, ആൾമാർ എതിരോ ദൂരോ പറയറോ ഇൻസൾട്ട് ആക്കറോ, അങ്ങനെ മനസ്സ് ബേജാറായെങ്കിൽ ആ നൊമ്പല ഉണ്ട ആക്കിബത്തുക്ക് ബാധകമാവൂ. ഉണ്ടാക്കി പോകുമ്പോ ഈമാനെ വലിച്ചിട്ട് അത് നശിപ്പിച്ചു വിടൂ. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. അതുകൊണ്ട് നാണ് ചുട്ടുകയറ്റി നെനപ്പാക്കിയിട്ടുള്ളോ ഞങ്ങളെ നാവ് കറക്റ്റ് ആവണം, ഞങ്ങളെ വർത്തനം നല്ലാവണം, ഞങ്ങളെ സ്വഭാവം നല്ലാവണോ. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ സ്വഭാവം കൊണ്ട് എല്ലാവർക്കും മാതൃകയാവണോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിമാറ്റിയ ഒരു ഹദീസ് കാണ, അഅ്ളമു മാ യുദ്ഖിലുൻ നാസൽ ജന്ന തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്. മനുഷ്യന്മാർ യാര സ്വർഗ്ഗത്തിക്ക് മനുഷ്യന്മാരെ എത്തുപാട്ടം പോട്ടോ രണ്ട് കാര്യമുണ്ട്. ഞങ്ങളത് മനസ്സിലാക്കണ്ടേ? നമുക്ക് സ്വർഗ്ഗത്ത് പോണല്ലേ? നബി തങ്ങൾ ചെന്ന് മനുഷ്യന്മാരെ യാറ സ്വർഗത്തിക്ക് കൂട്ടിയാൻ പോണ്ട രണ്ട് സ്വഭാവ, രണ്ട് കാര്യ. ഒന്നു തഖ്വല്ലാഹ്, അല്ലാഹുവോടുള്ള തഖ്വ. തഖ്വ അല്ലാഹുവെ സൂക്ഷിച്ചിട്ട് ജീവിക്കല്. അല്ലാഹു കഡായമാക്കിയ കാര്യത്തോ നിർവഹിച്ചിട്ട് വിരോധിച്ച കാര്യത്തോ തൊട്ട് ദൂരയിട്ട് നല്ല ഭയഭക്തിയിലുള്ള ജീവന. പിന്നൊന്നു വഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവമാണ്. ഇപ്പൊ എന്നല്ലേ ഞങ്ങളെ കൊണ്ട് ഒരാൾക്ക് ഇടങ്ങേറില്ലാത്തതുപോലെ, ആർക്കും ഒരു ബേജാറില്ലാത്തതുപോലെ അങ്ങനെ നല്ല സൽ സ്വഭാവത്തിൽ ജീവിച്ചെങ്കിൽ നാളെ സ്വർഗത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട നമുക്ക് സേറാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹദീസ് സ്പഷ്ടമായിട്ടുണ്ടോ? ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. നിങ്ങളെ കൂട്ടത്തിൽ നക്ക് ചൊമ്മ ഇഷ്ട, നാളെ ഖിയാമത്ത് നാളെ നക്ക് ചൊമ്മ അടുപ്പം മുട്ടയിട്ട് നിക്കറങ്ങ. അഹാസിനുക്കും അഖ്ലാഖ, അഹാസിനക്കും അഖ്ലാഖ. നിങ്ങളെ കൂട്ടത്തിൽ നല്ല സ്വഭാവ കാട്ടറങ്ങ. ആ സ്വഭാവ ഞങ്ങളെ സ്വന്തം പെഞ്ഞായി മക്കളോട്ട് കാട്ടണം, എലകമുത്തങ്ങന്മാരോട്ട് കാട്ടണം, നിരക്കരങ്ങളോട്ട് കാട്ടണോ, ഞങ്ങളെ ചങ്ങായിമാരോട്ട് കാട്ടണോ, റായത്തങ്ങളോട്ട് കാട്ടണോ, പരിചയ ഉള്ളങ്ങളോട്ട് ഇല്ലാത്തങ്ങളോട്ടോ, ഞങ്ങളെ സമുദായത്തങ്ങളോട്ടോ പരസമുദായത്തങ്ങളോട്ടോ എല്ലാരോട്ടും ഈ സ്വഭാവം കാട്ടണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് നബി തങ്ങളെ ജീവന സമ്പൂർണ്ണമായിട്ടും സൽ സ്വഭാവത്തിലുള്ള ജീവിതമായിട്ടിന്തല്ലേ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന ഒരു ഹദീസ് കാണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ടിയെന്നാണ് ഒരു തെരുവിലിങ്ങനെ നടന്നോണ്ട് പോകുമ്പോ ഒരു അഅ്റാബിയായ ആള്, നല്ല ഒരു പരിഷ്കാരം സംസ്കാരം എന്തും എത്താത്ത ഒരു മനുഷ്യ, അയാളെ പിറവൂൽ നിന്നിട്ട് പിറവൂല് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽത്തൊരു ഷാലിന്ത് ആ ഷാളുടെ ഒരു ബലി വലിച്ചിട്ട് അയാൾ വലിച്ച ആ ഒരു താക്കത്ത് കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവ് ഇങ്ങനെ മാലിപ്പോയിട്ട് നബി തങ്ങളെ പരിശുദ്ധമായ കൽത്തറോടെ ആ വലിച്ചതറ ലക്ഷണ അടയാള കണ്ടെത്തി ചോപ്പയിട്ട് പോയിട്ട്
فالتفت إليه النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കുറോ അറാബിയായ ആള് വന്നിട്ട് കൽത്തുറിന്ന ഷാല് വലിച്ചിട്ട് ഓ മുഹമ്മദ് നബിയെ നക്ക് തറകുള്ളത് തരണോ ചെണ്ട ഒരു പലക്ക ചെന്നപ്പാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറാബിയ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഫതബസ്സമ നബി തങ്ങൾ പറഞ്ഞില്ല, നബി തങ്ങൾ അടിച്ചില്ല, നബി തങ്ങൾ ആക്ഷേപിച്ചില്ല. പിന്നെ നല്ല ഒരു പുഞ്ചിരി ചിരിച്ചു പൊട്ടുത്തു. നാളെ കൊണ്ടതാവാ ആയില്ലെങ്കിൽ ആക്കണം. ഞാൻ തെരുവ് പറയുമ്പോ ഒരാൾ പിടിച്ച് ഞങ്ങളെ പലിക്കിരണ്ടായെങ്കിൽ ഞങ്ങളെ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മോന് കൊടുത്ത ഒരു ഉപദേശ കിതാബിൽ കാണും. ധാരാളം ഉപദേശമുണ്ട് സൂറത്തുൽ ലുഖ്മാനിലെ. കുറെ ഉപദേശത്തെ അല്ലാഹു തആല എടുത്തിട്ട് എണ്ണി ചെല്ലത് കാണും. ഖുർആന് ചെല്ലാത്തോ വേറെ കിതാബിൽ ഉള്ളേ ഒരു ഉപദേശം കാണും. നിങ്ങൾക്ക് ഒരാളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കണുണ്ടായെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അയാളുടെ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് അർസബർബാട്ടണോ, എന്തെങ്കിലും ഒന്ന് ചെന്നിട്ട് ആക്കിയിട്ട് എല്ലാം ഒന്ന് ടെസ്റ്റ് ആക്കിയിട്ട് അർസബർബാട്ടും. അയാള് നിങ്ങൾ അർസബർബാട്ടുമ്പോ അയാള് ഉറക്കത്തിങ്ങനെ പെടഞ്ഞില്ല, അയാൾ നിഷ്പക്ഷമായിട്ട് അയാൾ അവിടെ വർത്തനാക്കിണ്ടായെങ്കിൽ പിന്നെ നീ മോനെ അവിടെ ചങ്ങായി പാടാക്കുക, അല്ലെങ്കിൽ വേണ്ട. അർസ പറയുമ്പോ നിഷ്പക്ഷമായിട്ട് ഉദ്രേക്കാവാട്ട, ഇങ്ങനെ പെടയാട്ട, തുള്ളാട്ട, ചാടാട്ട ആരാങ്ങലോ ഒരു മനുഷ്യത്വത്തെ കാക്കറാറാ അവനെ എനിക്ക് കറക്റ്റ് ഫ്രണ്ട് ഉണ്ട്. മഹാനായോ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ചെന്നത് കിതാബിൽ കാണുക സാധ്യമാണ്. അപ്പൊ ആ ചെല്ലേ ആരെങ്കിലും ഒരാളെ പിടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇടങ്ങേറാക്കിയെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം എങ്ങനാവാത്തത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ അറാബിയുടെ ഭാഗത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു നബി തങ്ങൾ ആ ഒരു മഹിതമായ മാതൃയോഗ്യമായ ആ ഗുണസ്വഭാവ സൻസ്വഭാവ മുഅ്മിനീങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണോ? പെഞ്ഞായി എന്തെങ്കിലും ചെല്ലുമ്പമേ അപ്പമേ പെടക്കുമ്പോഴത്തെ ഒരു സ്വഭാവ, മാപ്പിളയുടെ ഭാഗത്തിൽ തെല്ലി എന്തെങ്കിലും ഒരു യാറക്കുറടിയാവുമ്പോ അപ്പമേ അർസ കാട്ടിട്ട് പിന്നെ മുണ്ടില്ല, പിന്നെ ചോറുണ്ണില്ല, പിന്നെ മാപ്പിളക്ക് അനുസരിക്കില്ല. ഇതൊരിക്കലും ഉണ്ടാവുകേ തീരാ. നല്ല സ്നേഹത്തിനും ബിർസപ്പാടിനും വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നൊരു ഹദീസ് കാണു. ലാ യഫറഖു മുഅ്മിനുൻ മുഅ്മിനാ, ഈമാനുള്ള മുഅ്മിനായ ഒരു മനുഷ്യ, ഈമാനുള്ള മുഅ്മിനായ ഒരു വ്യക്തി അവന്റെ മുഅ്മിനത്തായ പെഞ്ഞായിരോ അർസ കാട്ടണ്ട, ദ്വേഷപ്പെടണ്ട. എന്തേ കാരണം? ഓൻക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു സ്വഭാവം ചിലപ്പോ കണ്ടെങ്കിലും അവളുടെ ഓണുക്ക് തൃപ്തികരമാവും പോലത്തെ വേറെ ധാരാളം സ്വഭാവം ഇക്കോ, നീ അത് നോക്കുറോ, നീ അത് നോക്കുറോ. മനുഷ്യന്മാർ ഒരു വീക്ക്നെസ് ആയിട്ടിക്കര് ഒരാൾ എത്ര നല്ല ആക്കിയെങ്കിൽ അത് നോക്കാതെ എന്തെങ്കിലും ഒരു തപ്പ് പറമ്പായിട്ടിക്കര് അത് പിന്നെ ഇങ്ങനെ വെല്ലാക്കിട്ട് ചിലപ്പോ അയാള് തോബ ചെയ്ത് ഖേദിച്ച് മടങ്ങിട്ടിക്കോ. മനുഷ്യന്മാർ അങ്ങനെ ഇങ്ങനെ ഓർത്തറ ബായി പിന്നെ ഇങ്ങനെ പാസ്സാക്കിയിട്ട് ഉണ്ട് ഈ തിന്മര ഇങ്ങനെ ഉദ്ധാക്കറോ ഒരു സ്വഭാവ. അള്ളാഹു ഞങ്ങൾ അങ്ങനത്തെ എല്ലാ സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കുമാറാകട്ടെ. ഞാൻ ചെന്നേ ഞങ്ങളെ സ്വഭാവം ഞങ്ങൾ നല്ല നിലക്ക് കാട്ടനായത് ഞങ്ങളെ സ്വന്തം പെഞ്ഞായരൊട്ടിಗೆ, ഞങ്ങളെ സ്വന്തം മാപ്പിളരൊട്ടിಗೆ, ഉമ്മ പെങ്ങന്മാർ, സ്വന്തം ഉമ്മ ബാപ്പമാർ ഇന്നെങ്കിൽ അങ്ങനെ എല്ലാ നിലക്കും ബഹുമാനിക്കനായ രീതിയിൽ അങ്ങനെ ബഹുമാനിക്കണോ. ഒരു ഹദീസ് മാത്രം നാണ് സാന്ദർഭികമായിട്ട് നടപ്പാക്കരേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ട വന്നിട്ട് ഒരു സ്വഹാബിയേക്കർ നബിയെ ഉമ്മ ബാപ്പറോട്ടുള്ള ബാധ്യത്തെ കടപ്പാട് എന്തിര നബിയെ, ഉമ്മ ബാപ്പറോട്ടുള്ള കടപ്പാട് ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തോ ഒരേ വാക്യത്തെ ഒരു ഉത്തര സുബ്ഹാനല്ലാഹ്. അതിലെല്ലാം എത്ര മനോഹരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിവരിച്ചിട്ട് കൊണ്ടുണ്ടാ. എന്റെ പിരിസപ്പെട്ട ബാലക്കാരന്മാർ, ബാലക്കാർത്തി പെങ്ങന്മാർ, നിങ്ങളെ ഉമ്മ, നിങ്ങളെ ബാപ്പ
ಅಥವಾ ನಿಂಗಲ ಮಾಮಿ ಕಾಕ ನಿಂಗಲ ಮಾಪ್ಲೆರೋ ಬಾಪ ಉಮ್ಮ ಅಂಗಲ ಬಹುಮಾನಿಕನಾയ രീതിയിൽ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഹുമാ ജന്നതുക വനാറു ഇത്തരം വിഷയം ഇതിലെല്ലാം ഉമ്മ അങ്ങനെ ചെണ്ടാലോ എങ്ങനെ ചെണ്ടാൽ സ്വന്തം ബാപ്പ ഉമ്മ ജന്നത്തു നിന്റെ സ്വർഗ തപ്പിയെങ്കിൽ വനാറു നിന്റെ നരക. എന്തരർത്ഥ അങ്ങനെ തൃപ്തി കിട്ടനായ നിലക്ക് കിട്ടിത്ത അതുമൂലക്ക നിക്ക് സ്വർഗത്ത് പോകാം. അങ്ങനെ തൃപ്തി കിട്ടില്ലേ അത് മുഖാന്തര നിക്ക് കിട്ടക പോണ്ട് നരകാണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാട്ടി തന്നത്. അതേപോലെ സ്വന്തം ഇലങ്ങമൂത്തകന്മാരയില് നല്ല മഹബത്ത് നിരക്കറങ്ങളെ നല്ല പിർസപ്പാണ്ട് ആരും നങ്ങ ഇടങ്ങറാക്കാണ്ട് ജീവിച്ചെങ്കിൽ അതുവേ മെയ്യാവൂ നമുക്ക് സ്വർഗത്ത് എത്തുകൊള്ള ഇബാദത്ത്. മാപ്പിള പെഞ്ഞാരെ വിഷയം ചെന്നപ്പോ സാന്ദർഭികമായിട്ട് ഒരു കാര്യത്തെന്നാണ് നെനപ്പാക്കട്ട. ഇസ്തിഖാമത്തല്ലേ നാ ചെന്നോണ്ടുള്ള വിഷയ. ഇസ്തിഖാമത്ത് പൂർണ്ണമായിട്ട് ദീനിക ശരണായിട്ട് ജീവിക്കണോ ചെല്ലത്. അത് ഞങ്ങൾ ഔത്തുൽ നടക്കുമ്പോഴത്തെ ഓരോ കാര്യക്രമത്തിലും കാട്ടണോ. ഞങ്ങളെ പ്രതി ഒരു ആഗോഗലും ഉണ്ടാവണോ. ഞങ്ങൾ വ്യാപാരമാക്കുമ്പോ വ്യവഹാരമാക്കുമ്പോ അവിടെയും ഞങ്ങൾ ഇസ്തിഖാമത്ത് കാട്ടണോ. പ്രത്യേകിച്ചിട്ടും ഞങ്ങൾ ഔത്തുൽ മങ്ങനത്തെ കാര്യക്രമം നടക്കുമ്പോ ഇന്ന് കർണാടക രാജ്യ SOS ഒരു അഭിയാനമേ ആക്കിക്കൊണ്ടുണ്ട്. മാതരി മധുവേ ചെന്നിട്ട് അൽഹംദുലില്ലാ മഹാനായ തങ്ങള് എത്തിര് ഇവിടെ സിയാറത്താക്കിക്കൊണ്ടുണ്ട്. കൊറിയ നേരത്തിൽ ഉടമ്പുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങ വന്നെങ്കിൽ ഞാൻ എൻ്റെ പക്കത്ത് ഇപ്പാട്ടെ പിന്നെ തങ്ങളെ നസീഹത്തും ദുആയിട്ടിക്കര് ഇൻഷാ അല്ലാഹ് നടക്കുകയുള്ളൂ. രാജ്യ SOS ഒരു പുതിയ ഒരു അഭിയാനാക്കിയത് എന്തേ മാതരി മധുവേ. ಇದಕ್ಕೂ ಮೊದಲು ಮದುವೆ ಮಂಗನಾಟಿ ಕೇಟುಂಡಿದ್ದೆ. ಇಪ್ಪ ಒಂದು ಎಕ್ಸ್ಟ್ರಾ ഒരു പേര് ഒരു വേർഡ് ಅದಕ್ಕೆ ആഡ് ആക്കണായിട്ട് ಬಂತು മാതരി ചെന്നിട്ട്. എന്തേ കാരണം ഞങ്ങളുടെ സമുദായത്തെ നടുവിലു മാതരിയല്ലാത്ത എന്തെല്ലാം അനാചാരം നിറഞ്ഞോ മങ്ങില കാര്യക്രമ ആയോണ്ടുള്ളത് കൊണ്ടു. മങ്ങില ചെല്ല വലിയ ഇബാദത്തല്ലേ. പരിശുദ്ധമായിട്ടുള്ള ഖുർആനെ ചെന്ന് നിങ്ങ മങ്ങിലായി കൊടുക്കണോ. നിങ്ങ മങ്ങിലാവണോ. മങ്ങിലാവുമ്പോ അതുകൊണ്ട് കിട്ടുമ്പോഴത്തെ ഫായിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ സവിസ്താരമായിട്ട് വിവരിച്ച്. മങ്ങില ഒരു ആണ് ഒരു പെണ്ണ് വയസ്സെത്തുമ്പോ അങ്ക് ഹറാമായ തെരുവ് പോകാത്ത നിലക്ക് ഒരു ഹലാലായോ ജോഡിങ്ങനോ ജോഡനായി കൊടുക്കറ. ഇതല്ലേ മങ്ങില. ഇസ്ലാം എത്ര സിമ്പിൾ ആക്കിയ മങ്ങില എത്ര സിമ്പിൾ ആയിട്ട് ഇസ്ലാം നമുക്ക് പടിപാട്ടി തന്നത്. മങ്ങിലാവുമ്പോ ആണ് അതുകൊണ്ട് ആവതുപോലെ മഹിർ കൊടുക്കണോ. ആയെങ്കില കൊറേ കാലം ഒന്നോളൂ ഞങ്ങൾ സമുദായത്തിനോടുള്ളൂ ഈ വരദക്ഷിണ ചെല്ലത് വ്യാപകമായിട്ട്. എന്റെ അൽഹംദുലില്ലാ അത് കുറഞ്ഞു കുറട്ടി അത് അസ്തമിക്കുകയാണ്. എന്റെ വരദക്ഷിണ എടുക്കരേ കാശി ബംഗാർ എടുക്കരേ ചെല്ലെങ്കിൽ അതൊരു AC കയറ്റിക്ക് ആരും അത്ര വയ്ക്കൊന്നും ഉണ്ടാറില്ല. പണ്ട് മങ്ങിലാവുമ്പോ ಅದಕ್ಕೆ ಕುರಿ ಚೆಲ್ಲ ഒരു പ്രോഗ്രാം ബിഫോർ മാരേജ് മങ്ങിൽത്ത് മുന്നോർ എന്തര കുരി അതിൽ ഈ പുതിയ അപ്പർ കുരി ആക്കൽ ഇത്തര കാശി 2 ലക്ഷം അപ്പൊ അങ്ങനെ ചെല്ലാറ് അത്ര ആവില്ല. 1.5 ലക്ഷം അല്ലെ 1 ലക്ഷം ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് ആക്കിയിട്ട് ചെന്ന് ലാസ്റ്റ് ഒരു അന്താജ് 3 ലക്ഷം നിങ്ങൾ തരണോ. വരദക്ഷിണ ഡൗറി സിസ്റ്റം അത് അൽഹംദുലില്ലാ അത് അസ്തമിച്ചുകൊണ്ടുണ്ട്. അത് ഉലമ ഉമറ ചെന്ന് എന്നിട്ട് അതിന്റെ ಬಗ್ಗೆ പ്രജ്ഞ ഉണ്ടാക്കിയിട്ട് അൽഹംദുലില്ലാ ബാലക്കാർമാർ ഇപ്പൊ ആ ഭാഗത്തില്ല. ഇപ്പൊ ഇപ്പുറത്ത് ഒരു ആണുക ഒരു കാലത്ത് പെണ്ണുകും പെണ്ണൊരു കുടുംബത്തെ ഒരു ഹൊറയിട്ട് ഇണ്ടും അത് ആ ഹൊര ആവാത്തതുപോലെ തന്നെ ആക്കണം. ഇന്റെ അതിലൊട്ടിಗೆ ആണുക ഒരു ഹൊര ആവുന്നതുപോലെ പുതിയ പുതിയ ആവശ്യമില്ലാത്ത അനാചാരൈറ്റിക്കരെ ಅದರ ಮೂಲಕ ഉണ്ടായിട്ടുള്ളൂ. ഒരു ആണ് മങ്ങിലായിട്ട് പോകുമ്പോ ആ മങ്ങിത്തെ പ്രോഗ്രാം തീരലോടുകൂടി വലിയ ഒരു കട ഒരു ഹൊര പൊറുക്കപ്പോഴത്തെ ഒരു അവസ്ഥ ഞങ്ങളുടെ ഇപ്പത്തെ കുറെ മങ്ങിത്തെ കാര്യക്രമത്തിൽ കുറെ ഫാമിലിയിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമായിട്ടുണ്ട്. മങ്ങിലാൽ പിന്നൈറ്റിക്കറ് ഞങ്ങളെ ബാലക്കാർമാർ അകയിട്ട് ആണല്ലേ. മങ്ങിലാൽ പിന്നൈറ്റിക്കറ് അകയിട്ടിലേറ്റ് അത് പിന്നെ മങ്ങിലായിട്ട് പിന്നെ നോക്കുക. ഹജ്ജാക്കറ് അത് പിന്നെ നോക്കുക. ഏത് നല്ല കാര്യത്തെ പിന്നെ പിന്നായിട്ടിക്കറ് മാറ്റി വെക്കരുത്, പിന്നത്തെ ആക്കി വെക്ക.
അതെല്ലാം പിന്നെ ആക്കുള്ളതല്ലേ. അത് ആക്കറങ്ങനെ ഇപ്പത്തെ ബാലക്കാരന്മാർ മയിലായിട്ട് ആ പ്രോഗ്രാം തീരലോടുകൂടെ ഒരു 20 ലാഖ് കട, 25 ലാഖ് കട, 30 ലാഖ് കട. സുബ്ഹാനല്ലാഹ്, എന്തിനാക്കി കട? അകകെട്ടിയമ്മ അല്ല, മങ്ങിത്ത കാര്യക്രമത്തെ മാത്രം എൻഗേജ്മെന്റ് പേരിലെ എത്രമാ പൈസ ಖರ್ಚಾക്കുമ്പോൾ ഒരു അവസ്ഥ പുതിയപെണ്ണറെ കാണുക പോകുമ്പോ ഒരു ബെൽബെല്ലിന്റെ മൊബൈലും കൊമ്പോണു, ബെൽബെല്ലിന്റെ ബംഗാരം കൊമ്പോണു, ബേന്മായ ചോക്ലേറ്റ്, അത് ഇത് ഡ്രസ് കാര്യങ്ങളെല്ലാം നൊറോടി അതിങ്ങനെ ഒരു പ്രദർശനത്തിൽ കൊമ്പണ്ടതുപോലെ ഇങ്ങനെ കൊമ്പോണം. അതൊക്കെ ഒരാൾ വീഡിയോ ആക്കറോ, അത് റെഡി ഷെയർ ആക്കറേ. അപ്പൊ ഒന്നാമത്തോ ഹോരമ അവിടെ തുടങ്ങി. എൻഗേജ്മെന്റ് തീരലോട് കൂടെ വലിയൊരു ಖರ್ಚು വന്നുപോയി. പിന്നെ മങ്ങിലാവുമ്പോ അതേപോലെ ബംഗാറ് പവന് മഹർ കൊടുക്കുമ്പോ എത്ര ആവതുണ്ട് അത്ര കൊടുക്കല്ലാണ്ട് പ്രസ്റ്റേജ് കയറ്റ്, പ്രതിഷ്ഠ കയറ്റ്. പെങ്ങന്മാർ ചെല്ല ഉമ്മയുടെ നീ ഒരു 5 പൗൺ കൊടുക്കരമാ, അല്ലെ 4 പൗൺ, അതെല്ലാം പണ്ടൈത്ത് കൊറോടി മിനിമം 5 പൗണെങ്കിലും കൊടുക്കണം, 10 പൗണെങ്കിലും കൊടുക്കണം, 20 പൗണെങ്കിലും കൊടുക്കണു. പ്രഷർ ഇട്ടിട്ട് അതും എടുപാട്ട. പിന്നെ എന്തെല്ലാം കാര്യക്രമ ഈ മയത്ത് 3 ഇട്ട് നടക്കുമ്പോഴോ കുറെ നൈറ്റ്സ്, അറേബ്യൻ നൈറ്റ്സ്, ആ നൈറ്റ്സ്, ഈ നൈറ്റ്സ്, ചിലപ്പോ അറബിക്ക് പോലും കൊത്തിക്കാല അങ്ങനെ പേരിൽ നടത്തുമ്പോഴത്തോ കുറെ കാര്യക്രമം. ഈ കുറെ നൈറ്റ്സിങ്ങും ഈ കുറെ ദാവത്തെല്ലാം കഴിഞ്ഞിട്ട് കാലി 1 വാരമാ 2 വാരത്തമാ ഗ്യാപ്പ് തീരുമ്പോ ഈ പാവപ്പെട്ട ഒരു പുതിയാപ്പിലെ അവനു ആ മങ്ങിത്ത കാര്യക്രമ തീരലോടുകൂടെ 15 ലാഖ് കട, 20 ലാഖ് വലിയ ഒരു ഹൊര തറൽ പൊറുക്കുമ്പോഴത്തെ ഒരു അവസ്ഥ ഉള്ളങ്ങ. ചിലപ്പോ അങ്ങനെ ആക്കുവാറങ്ങൾ ഉള്ളത് പൈസ എല്ലാം ಖರ್ಚಾക്കിയിട്ട് ഇല്ലാത്ത എന്താക്കണം. ഇല്ലാത്ത പാലക്കാർമാർ മയിലാവുകയോ പെരുവിചാരം പോലത്തെ ഒരു ദുസ്ഥിതി ഏറ്റിക്കരുത് നമുക്ക്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ടോ സയ്യിദ് അബ്ദുർ റഹ്മാൻ മസ്ഊദ് അൽ ബുഖാരി തങ്ങള് ഞങ്ങളെ മഹത്തായ സദസ്സ് വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ, ഞങ്ങൾ വലിയൊരു നേതൃത്വം മഹാനായ തങ്ങൾ ചെറിയ പൈസ എങ്കിലും ഞങ്ങൾ വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ള മജ്ലിസ് സദസ്സുകളെല്ലാം നിറഞ്ഞ ഒരു സാന്നിധ്യമായിട്ട് ഞങ്ങൾക്കിപ്പ ബാപ്പ വഫാത്തായാൽ പിന്നെ ആ സ്ഥാനത്തിൽ നിന്നിട്ട് ഞങ്ങൾക്ക് നേതൃത്വം തന്നുകൊണ്ടുണ്ടോ ബഹുമാനപ്പെട്ടോ മസ്ഊദ് അൽ ബുഖാരി തങ്ങൾ. അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദ് മർഹൂം ഖുറത്തു സാദാത്ത് കൂറത്തങ്ങൾ നവ്വറല്ലാഹു മർഖദ, അല്ലാഹു ആ മഹാനായ തങ്ങളും താജുൽ ഉലമ അടക്കമുള്ള എല്ലാ മഹാന്മാരുടെ ദറജ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. കൂറത്തങ്ങളോ അവരോ ഖബർ സിയാറത്ത് ആ കാത്തങ്ങ ബഹുശ ഇവിടെ ആറും ഇക്കാലാണ്ട് വിചാരിച്ചുകൊണ്ടുള്ളതാണ്. അവിടെ എല്ലാം പോയങ്ങമേ ഉള്ളു. കാരണം എന്തേ കൂറത്തങ്ങള് അതൊരു ഞങ്ങളൊരു മഹബത്ത് ഇങ്ങനെ പളിച്ചോട്ടിന്നോ ഒരു തങ്ങളേറ്റിന്ന് ആ തങ്ങളെ മുട്ട പരിഹാരത്തേക്ക് പോകാത്ത ഭാരി കുറടിയിട്ടിക്ക് ഞങ്ങളെ ഏത് സങ്കഷ്ട കഷ്ടപ്പാട് ഒരു ആശ്രയ കേന്ദ്രമായിട്ട് മഹാനായ ഖുറത്തങ്ങൾ വഫാത്തിൽ പിന്നെയും മുഅ്മിനീങ്ങൾ എത്ര സംഖ്യലിറ്റിക്കരോട് പോണ്ടു. 2 വാരം 3 ഇതേ ചെന്നാസ അസ്തമിച്ചോ ഞായറാഴ്ച ജാവ് 2 വാരം 3 നാന് താലിമിനെ കൂടെ പോയിട്ട് സിയാറത്താക്കിയപ്പ എന്തൊരു സന്തോല, എന്തൊരു ആത്മീയമായിട്ടുള്ള ഒരു അനുഭൂതി. ജാവ് ഞായറാഴ്ച പോയിട്ട് സിയാറത്താക്കി എല്ലാ ദർഗത്തോ സ്വരെല്ലായിട്ടുള്ളത് കൊണ്ട് ഓപ്പൺ ഇൻത്ത് അപ്പൊ സിയാറത്താക്കിട്ട് പറയുമ്പോ വലിയൊരു നെമ്മതി, വലിയൊരു സന്തോഷം. അല്ലാഹു ദറജ ഉയർത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങള് ഞങ്ങൾക്ക് പേന്മായ ഉപദേശത്തുണ്ട്. ആ തങ്ങൾ ദ്വാരക്കൊണ്ട് അല്ലാഹു എല്ലാം കബൂലാക്കി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ ചെന്നോട്ടുള്ളേ മങ്ങിൽത്തോ ഒരു കാര്യക്രമ തീരലോടുകൂടെ വലിയൊരു ഹൊണയിട്ട് എന്റെ ആയുണ്ടുണ്ടു. അപ്പൊ അതൊക്കെ ഞങ്ങൾ ആസ്പദ കൊടുക്കോ തീര
ಔತರಗಳಾಯ ಎತ್ತರ ಸಿಂಪಲ್ ಮಂಗಿತ ಕಾರ್ಯಕ್ರಮ ಹಾಕಿ ತೀರ್ಕೋ ಸಾಧ್ಯ ಮಾಡ ಹಾಕಿ ತೀರ್ಕೊನು ಬಾಲಕಾರ್ಮ ಚೆನ್ನ ಎಂದಿಟ್ಟು ಅದು ಬೇನು ಇದು ಬೇನು ಇತ್ತರ ಕಡ್ತು ಅತ್ರ ಕಡ್ತು ಇತ್ತರ ಲಾಕು ಬೇನು ಚೆನ್ನ ಎಂದಿಟ್ಟು വലിയൊരു കടക്ക് മാറ്റി എങ്ക് ഭവിഷ്യത്തിൽ അങ്ങനെ കടം കൊണ്ടാൻ കുടുങ്ങിയെങ്ക് ഞങ്ങൾ ജവാബ്ദാറിയാവണവരു അള്ളാഹു കാക്കട്ടെ. ಅದರೊಟ್ಟಿಗೆ ನಾನು ನೆನಪಾಕೊಂಡುള്ള മങ്ങിത്ത പ്രോഗ്രാമിലും കുറെ അനിസ്ലാമികമായിട്ടുള്ള ഞങ്ങളെ സംസ്കാരമല്ലാത്ത കുറെ സംസ്കാരം വന്നോട്ടില്ലേ. സുബൈക്ക് നിക്കാഹ് നടക്കുക. നിക്കാഹ് നടന്നാൽ പിന്നെ തങ്ങന്മാർ അഥവാ ആലിമിങ്ങ ദ്വാർക്കറാറ് അള്ളാഹു ഇങ്ങക്ക് ബർക്കത്താക്കട്ടെ, ഇങ്ങനെ ലൈഫ് ലോങ് ഇങ്ങനെ ജീവന സന്തോഷമാവട്ടെ ചെന്നിട്ട് മുഅ്മിനീങ്ങ ആമീൻ ചെന്നിട്ട് ഇക്കറാർ നല്ലൊരു മബ്റൂക്കായോ മജ്ലിസ് നിക്കാര മജ്ലിസ് നടക്കരുത്. ആ എല്ലാ ബർക്കത്ര ബൽച്ചറോ നിലക്കുള്ളോ കാര്യക്രമമായിട്ട് പിന്നെ ചിലപ്പോ നടക്കരുത്. എല്ലാം ഒത്തുണ്ടല്ല. നല്ല ദീനിയായ നിലക്ക് വിവാഹത്തോ സമാരംഭം നടത്തുമ്പോഴത്തോ കുടുംബത്തങ്ങ് ഉള്ളാരില്ലാണ്ടല്ല. അള്ളാഹു ബർക്കത്താക്കട്ടെ. അതല്ലാത്ത കൊറിയ ആൽമാ അത് തുടങ്ങരമേ ഇവിടെ വീട്ടുകൂട്ടല്ലേ തുടങ്ങും. വീട്ടുകൂട്ടെന്നെന്തേ ഒരു ഹലാലായോ പെഞ്ഞായി ഹലാലായി കിട്ടിയാൽ പിന്നെ അധികൃതമായിട്ടൊന്നും ഭേട്ടിയാവറോ ಅದಕ್ಕೆ മുന്നോളത്തെ എല്ലാ ഭേട്ടിയും അത് ഹറാമായ ഭേട്ടി ചെല്ലത് ഒരു സംശയമില്ല. മങ്ങിലത്തെ മുന്നോള് പ്രീ ಮ್ಯಾರೇಜ್ ಎಂದ್ರ പുതിയ എല്ലാം ഉണ്ടല്ലേ ഷൂട്ടിംഗ് മങ്ങിത്ത മുന്നോಲು ഇൻവിറ്റേഷൻ കാർഡ് ക്രിയേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ജണ്ടാൽ ഒട്ടിയെ കൂടിയിട്ട് എല്ലാവരും ആഹ്വാനം ആക്കുമ്പോൾ ಅದಕ್ಕೆ ഒരു സ്പെഷ്യൽ ഒരു പ്രോഗ്രാം പോലെ സെറ്റിംഗ് ആക്കറേ. വലിയൊരു റിസോർട്ടില വലിയൊരു പാർക്കെല്ലാം പോയിട്ട് സുബ്ഹാനല്ലാഹ് ഇതെല്ലാം സ്വന്തം ബാപ്പ ഉമ്മ ಹಿರಿಯಂಗ നോക്കിയിട്ട് അങ്ങ് മുണ്ട നയിക്കറേ സപ്പോർട്ട് ആക്കറേ. ചെന്നിട്ട് ഞങ്ങളെ ബാലക്കാരന്മാരോ പുതിയ പെണ്ണുമാരോ സമാക്കോക്ക് തീരെ ചെന്നിട്ടുള്ള പിന്നെ ഈ വീട്ടുകൂടൽ ആർഗത് ഹലാലായി പെണ്ണ് പുതിയാപ്പിളക്ക് മാത്രല്ലേ അവന് നല്ല മര്യാദയിൽ പോയിട്ട് അവിടെ പെണ്ണുടെ തലയുടെ മേൽ കൈവച്ചിട്ട് ബിസ്മി എന്നിട്ട് സ്വലാത്ത് എന്നിട്ട് ദ്വാർക്കണ്ടേ. അള്ളാഹു നക്കും നിങ്ങൾക്ക് എല്ലാവരും ബർക്കത്താകട്ടെ പെണ്ണറിയിൽ ദ്വാർക്കോൺ ബാറക്കല്ലാഹു ലിക്കുല്ലി വാഹിദിൻ മിന്നാലി സ്വാഹിബി ചെന്നിട്ട് ദ്വാർക്കൊക്കെ സുന്നത്തുണ്ട്. മഹാന്മാർ പടിവാട്ടിറാ അതല്ല ദ്വാരം മര്യാദയിൽ അവനെ പോണ്ടേ തിരിച്ചിട്ട് അവന് വന്നെങ്കിൽ അതെത്ര ചന്ത. ഇപ്പൊ അങ്ങനെ ഊണ് പോകുമ്പോ ഊണ്ടൊട്ടിയെ കൊരേ ഉണ്ട് ഫ്രണ്ട്സ്മാർ ബാലക്കാർമാർ എല്ലാരും ഊണ്ട. ഇപ്പൊ സാധാരണ ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാം മേലായിട്ടിക്കര പെണ്ണിക്കരെ ആ മേല് പെണ്ണികളെ മുട്ട ഈ ആണ് പോകുമ്പോ അവണ്ടൊട്ടെ അവിടെ എല്ലാ ചങ്ങായിമാർ ഈ കുരീറോ ബുട്ടെങ്ക് ഗേറ്റ് ഓപ്പൺ ആക്കി ഏനെ അത് ഓടിപ്പോണ്ട അതേപോലെ സ്പീഡിൽ മേൽ പോയിട്ട് പോണ്ടേ. തുള്ളൂർ അവിടെ പോയിട്ട് പൊപ്പിട്ടിരോ ഇന്ന സ്പ്രേയും ഇന്ന് മിഞ്ചലും എല്ലാം സ്പ്രേ ആക്കരേ. അവിടെ ഒരു നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങ പോലും ലജ്ജാവര രീതിയിലുള്ള പ്രവർത്തന ഇങ്ങ പോണ്ട്. അവിടെ ഫോട്ടോ എടുക്കരേ ഫോസ് കൊടുക്കറോ. ഈ പുതിയവന്റെ ഈ ചങ്ങായിമാർ പോയിട്ട് നോക്കരേ അങ്ങ് ഫോട്ടോ എടുക്കരേ. അപ്പറിപ്പറ ഘോഷണ ചെല്ലേ ഇസ്ലാം തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഇഖ്തിലാത്തുക വന്നിട്ട് ആണും പെണ്ണ് കൂടിക്കലർന്നിട്ടുള്ളോ ഒരു അസഹ്യമായിട്ടുള്ള സമാരംഭം ഞങ്ങളോ മങ്ങിലത്തില് അതുണ്ടാവുക അവകാശ കൊടുക്കൊത്തീറ. ഊണ് പുതിയാപ്പിളെ വീട്ടു കൂടുമ്പോ ഊണ് ഓർത്ത പോട്ടു വേണമെങ്കിൽ ഒരു ധൈര്യത്തോടെ അലിയ ശരി അലിയെങ്കിൽ അലിയ കൈപിടിച്ച് കുട്ടിയെ പോട്ടു അവിടെ പോയിട്ടൊന്ന് തലയെ കൈവച്ചിട്ട് ദ്വാരം സീത വരട്ട് സ്വലാവാത്തി ചെന്നിട്ട് ബാക്കി കടത്തിവിടട്ടെ. അതേപോലെ പുതിയാപ്പിളമാർ പുതിയ പെണ്ണുമാറ് ദുഹ്റ് നിസ്കാരമില്ല അസർ നിസ്കാരമില്ല കുടുംബത്തങ്കും ദുഹ്റ് നിസ്കാര അസർ നിസ്കാരമില്ല. ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള ഈ പുതിയ പെണ്ണും പുതിയാപ്പിളമാർ പുതിയ ഒരു ജീവനത്തിൽ കാലെടുത്തു വയ്ക്കുമ്പോ അന്നത്തെ ദുഹ്റും അന്നത്തെ അസറും ഖളാക്കിട്ട് അഥവാ നിസ്കരിക്കാണ്ടമേ പുതിയ ഒരു ജീവനത്തിൽ കാലെടുത്തു വയ്ക്കുമ്പോ പിന്നെ ആ ജീവനത്തിൽ ബർക്കത്തോടെ കിട്ടൂ. ഞാൻ ശാപ വെച്ചോണ്ടുള്ളതല്ല, വാസ്തവമൊന്നും നെനപ്പാക്കിക്കൊണ്ടുള്ള മാത്ര. ഈമാനുള്ള മുഅ്മിനീങ്ങോ ഈ നെനപ്പാക്കുന്നത് ഉപദേശം എപ്പോഴും ഫായിദ കിട്ടറ് ഫല കിട്ടറ് ചെല്ലൊരു ബോധം ഇന്നത് കൊണ്ടോ. അതുകൊണ്ട് ഞങ്ങൾ ദുഹ്ർ നിസ്കാരം അസറ മഗ്രിബ ഖളാ മുഗ്തിറ അതേപോലെ അണ്ട് ജാവ് നടക്കുമ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട് മങ്ങിത്ത താല ചെല്ലത്. ഈ താല ചെല്ലത് അത് തീരെ വേണ്ടാണ്ടല്ല ഞാൻ ചെന്നോണ്ടുള്ളേ. അത് നടക്കട്ടെ. പുതിയാമ്പിലരോ അവിടെ പെഞ്ഞായർ ഔത്തു കൂട്ടിയോണ്ട് പോയിട്ട് മണ്ട ഒരു പദ്ധതിയല്ലേ ഒരു സംസ്കാരമല്ലേ. അത് തീരെ വേണ്ടാണ്ടും ഞാൻ ചെന്നോണ്ടില്ല. അതേ സന്ദർഭത്തില് അതിൽ ഒരു മര്യാദ കീപ്പാക്കണോ.
മാഷല്ല ഇഷാ നിസ്കാര കഴിഞ്ഞിട്ട് വേഗം പുതിയ ഒത്തു പോയിട്ട് എത്തരെ അവിടെ എന്തൊരു ഫുഡാക്കി വയ്ക്കാറ അതല്ല തിണ്ടിട്ട് തിരിച്ചിട്ട് റിട്ടേൺ പണ്ടേ പുതിയ പിള്ളേർ അവിടെ ബാക്കി വിടുറേ പോണെന്ന് കണ്ടാകുമ്പോ എല്ലാരും വന്നിട്ട് ഉറങ്ങിയെങ്കിൽ സുബൈ നിസ്കരിക്ക് അടിക്കാൽ എല്ലാവരും സുബൈ നിസ്കാരം മിസ്സാവിടാ ഇത് അങ്ങനല്ല ഇപ്പത്തെ പാലക്കാർ ട്രെൻഡ് ആയിട്ട് താലത്തുക്ക് പോകുമ്പോമേ പോണെന്ന് കണ്ട അഥവാ 12 ഗಂಟೆ അവിടെ പോയിട്ട് അവിടെ ഒരു സമത്തലിക്കറാറാ അവിടെ ഈ പുതിയ പെണ്ണർ നോക്കുകൂ പുതിയാപ്പിളെ പോണ്ടതുണ്ട് അപ്പം അവിടെ കുറെ ചങ്ങായിമാർ പോണ്ട് അങ്ങം ഫോട്ടോ എടുക്കരേ അങ്ങം പോസ് കൊടുക്കരേ എന്ത് ദീനിത് എന്ത് ദീന് ഈ പെണ്ണ് ഹലാലാക്കിയിട്ട് ഈ പുതിയാപ്പിളകല്ലേ അവിടെ ചങ്ങായി മാറുക ഞങ്ങെന്തെ അർത്ഥാക്കാത്തെ നയന്റെ ഇസ്ലാമികമായിട്ടുള്ള ആദർശത്തെ എന്റെ ഇവിടെ ബുഡ്രനങ്ങ ജാവ് 12 ഗಂಟೆ പോയിട്ട് അവിടെ പാടും ബൊബ്ബ അവിടെ പാടും അസഹ്യമായിട്ടുള്ളതും തിരിച്ചിട്ട് പറയുമ്പോ 3 ഗಂಟೆ 3 ഗಂಟೆ ഇങ്ങ ഉറങ്ങരെ ഈ താലത്ത് സുധാരിച്ച പെണ്ണ് റൗത്രങ്കും സുബൈ നിസ്കാരില്ല താലത്ത് പോയി ആണ്ടക്കട രംഗു സുബൈ നിസ്കാരില്ല പുതിയ പെണ്ണ് പുതിയാപ്പിളമാർ ഉറങ്ങുമ്പോ 4 ഗಂಟೆ അങ്കു സുബൈ നിസ്കാരില്ല ഇടീ ഒരു ഫാമിലിറോ സുബൈ നിസ്കാര നഷ്ടപ്പെടുമ്പോഴത്തെ പ്രവർത്തനമല്ലേ ഈ താലാച്ചന്റെ മേലത്തില് ഞങ്ങൾ പെരുതകും ഇല്ലാത്ത ഒരു ആചാരത്തുണ്ടാക്കിയിട്ടുള്ളൂ ഇത്ര ആളുടെ നിസ്കാര കവാക്കിയതൊക്കെ ആറൈറ്റിക്കർ ഉത്തരവാദി ആറൈറ്റിക്കർ ഹോണകാരിക്ക് എടുക്കണായതേ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞങ്ങൾ തിങ്കാക്കണോ ഞങ്ങൾ ചിന്തിക്കണോ ഹിരിയങ്ങ ഉപദേശം കൊടുക്കണോ ഹിരിയങ്ങ ഉപദേശം തരുമ്പോ ಕಿರಿಯങ്ങ സ്വീകരിക്കണോണ്ടു ನಾನು സാന്ദർഭികമായിട്ട് ഒന്നും ನೆನಪಾക്കിക്കൊണ്ടില്ല അപ്പം ഞങ്ങൾ ഔത്തുൽ നടക്കുമ്പോഴത്തെ ഏത് കാര്യക്രമവും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൃപ്തിപ്പെടുമ്പോഴത്തെ രീതിയിൽ മാത്രമേ ആവണോ ഒരു അനാചാരം ഒരു അനിസ്ലാമികമായിട്ടുള്ള സംസ്കാരം ഇസ്തിഖാമത്ത് എല്ലാ ഭാഗത്തിലും ഉണ്ടാവണോ നാ ചെന്നോണ്ടുള്ള നാന്റെ പലക്കത്തെ ഞാൻ ഷോർട്ടാക്കിക്കൊണ്ടുള്ള ഇസ്തിഖാമത്ത് എല്ലാം ഞങ്ങളെ പലക്കത്തിലും ഉണ്ടാവണോ ഞങ്ങളെ പ്രവർത്തനത്തിലും കാണണോ ഞങ്ങളെ ആഗോഗുലും ഉണ്ടാവണോ ഞങ്ങളെ ഔത്തും നടക്കുമ്പോഴത്തെ സമാരംഭ കാര്യക്രമത്തിലും ഉണ്ടാവണോ ഞങ്ങളെ പ്രതി ഒരു ആചാര വിചാരത്തിലും ഉണ്ടാവണോ ആ ഇസ്തിഖാമത്ത് റബ്ബിനൊരു ലക്ഷണമായിട്ടേക്കറ് എല്ലാ ഹറാമിൽ നിന്നും ദൂരമാവണോ നല്ല തഖ്വത്തിൽ ഭയഭക്തിയോടെയുള്ള ജീവനമാവണോ ഞങ്ങളെ ജീവന അല്ലാഹു പേടിച്ചിട്ടുള്ള ജീവന നാലനക്ക് മരിക്ക കൊണ്ടു ചെല്ല ബോധമുള്ള ജീവന ഞാൻ വർത്തമേ പോയിട്ട് നണ്ട ഖബറുൽ കിടക്കൊണ്ടു ചെല്ല ഒരു ആ ഒരു ആലോചന ഞങ്ങളെ മനസ്സിൽ എപ്പോഴും വേണോ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആ മഹാൻ യാറായിട്ട് ഖബർസ്ഥാന് പോയിട്ട് ഖബർ സന്ദർശനാക്കിക്കൊണ്ടിന്ത് ആരാ കേട്ടാർ അല്ല അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്തേ യാറ ടൈമും ഖബർസ്ഥാനത്തിൽ നിൽക്കരേ ഖബർ സിയാറത്താക്കുക പോയിട്ട് ഖബർസ്ഥാനത്തിൽ ഇങ്ങനെ നിങ്ങ ആലോചന മഗ്നരായിട്ടിക്കുന്നതിന് കണ്ടോണ്ടുള്ളല്ലേ അതുകൊള്ള കാരണം എന്തരേ മഹാൻ കൊടുത്ത ഒരു ഉത്തരമുണ്ടു അജ്ലിസു ഇലാ ഖൗമിൻ യുദക്കിറൂനി മആദി ഞാനിതാ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ മുട്ടയിട്ടികരുവായിട്ട് ദയിച്ചോണ്ടുള്ളോ യുദക്കിറൂനനി അങ്ങനക്ക് നെനപ്പാക്കി തണ്ടാറ് മഅദി നണ്ട മറളി യാത്ര നണ്ട മരണത്വം അങ്ങനക്ക് നെനപ്പാക്കി തണ്ടാറ് അങ്ങനത്തെ ആൽമാരല്ല ഖബറിൽ കിടന്നോണ്ടുള്ളേ ഖബറുവായിട്ട് സിയാറത്താക്കുമ്പോ നക്ക് പരലോകത്തെ നെനപ്പുണ്ട് വൈദാ ഖുംതു ലം യഗ്താബൂനി ഇനി ഞാൻ ഊർത്ത പോയെങ്കിൽ അങ്ങ പിന്നെ നന്റെ പിറവുല് നിന്നിട്ട് അങ്ങ നന്റെ ആക്ഷേപിക്കാലെ പറയാലെ നന്റെ പറയാത്തോ നന്റെ ആക്ഷേപിക്കാത്ത ഒരു വിഭാഗ അങ്ങലൊട്ടി കയറ്റിക്കിറന്നക്ക് യാറെ ഇഷ്ടാണ്ട് മഹാനായ സയ്യിദുന അബൂ ദർദാ റളിയല്ലാഹു അൻഹു തണ്ടൊട്ടെ ക്വസ്റ്റ്യൻ കേട്ടെനിക്ക് ഉത്തരം കൊടുത്തിട്ടിന്നെങ്കിൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആ ഒരു നെനപ്പു ഞങ്ങളെ
മനസ്സിലെപ്പോലും വേണോ മരിക്കൊണ്ടു ചെല്ല നെനപ്പ് മരണ ചെല്ലത് ശരണാപ കൊണ്ടു ചെല്ല ആലോചന ഞങ്ങളുടെ പാലക്കാർമാരെ കണ്ടോണ്ടില്ലേ ചെറിയ ചെറിയ പൈസ പാലക്കാറുമാർ പെട്ടെന്ന് സഡൻലി മരിച്ചു പോയിട്ടുള്ളാറ് എന്തേ ഞങ്ങ അള്ളാഹുറോട്ട് എന്തെങ്കിലും ഒരു അഗ്രിമെന്റ് ആക്കിരമാ ഞങ്ങ അല്ലല്ലേ എപ്പ പിരിബണ്ട അപ്പ ഞങ്ങ ശരണാവണ്ടേ എത്ര പാലക്കാറുമാറ് കിഡ്നി ഫെയിലായിട്ട് വലിയ ക്യാൻസർ സീക്ക് കൊണ്ട് കഷ്ടപ്പെട്ടോണ്ടു കണ്ണിൽ തന്നി വൽകി മാറ്റിക്കൊണ്ടുള്ള പാലക്കാറുമാറ് അല്ലാഹു അൻക്ക് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ കാണുമ്പോ നമുക്ക് നെനപ്പ് വരണോ അവനുകും ആരോഗ്യത്തിന് സമസ്യ കൊടുത്തറല്ലാഹു നക്കും നല്ല ആരോഗ്യം തന്ന അല്ലാ ആ റബ്ബ് വിചാരിച്ചെങ്കിൽ നിന്റെ ആരോഗ്യത്തെ എടുത്തു കൊടുക്കോ ആ റബ്ബിനെ കൊണ്ട് സാധിക്കോ ചെന്നിട്ട് നിങ്ങൾ ആലോചന ആക്കണോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അഞ്ചാമത്തെ ഖലീഫ ചെന്നിട്ട് മശഹൂറായ മഹാൻ ആ മഹാന്റെ കാണുകയിട്ട് ആ മഹാന് പണ്ട് ഇൽമു പടിപാട്ടി കൊടുത്തിട്ടിരുന്ന ശൈഖ് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവ ഓടാണ്ട് ഈ ശൈഖ് അബൂ ഹാസിം തങ്ങ കൊത്തില്ലാന്ത് കേക്കറ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവയേത് ആൽമാർ കാട്ടിയാർ ഒരു പലയാക ഇതായിട്ടിക്കറ് രാജാവ് ഒരു ദർബാർ രാജാവ് ഒരു അരമന അപ്പൊ പോണ്ടു ശൈഖ് അബൂ ഹാസിം പോയിട്ട് അവിടെ ഒരാളെ കാണ്ട് ചെല്ലറി ഉസ്താദ് ഞാന് മുസ്ലിമീങ്ങളെ ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ ഖലീഫറെ കാണുക വന്നു. ഖലീഫ എന്റെ ശിഷ്യ പണ്ട് നാ പടിവാട്ടിരെ അപ്പൊ എതിർ നിന്റെ ആള് ചെന്ന് അന ഉമർ ഉമർ നാനേ അപ്പൊ ശൈഖ് അബൂ ഹാസിം തങ്ങൾ ചെല്ലറ് അല്ല ഞാൻ ഉദ്ദേശിച്ചു ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങളെ പേര് ഉമർ ഇട്ടിക്കൂ ഞാൻ ഉദ്ദേശിച്ചുണ്ടോ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ അപ്പ എതിർ നിന്നിട്ട് ആള് ചെല്ല് അല്ല ഉസ്താദെ നാനേ ഖലീഫ ആയിട്ടുള്ളൂ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉസ്താദ് ആശ്ചര്യമാണ് ഉസ്താദ് ഗുർതകിട്ടില്ലാന്ത് ഉസ്താദ് ഏക്കർ അല്ല ഉമർ ഖദ് കാന മർഖബുക വതിആ വസൗബുക നഖിയാ വവജ്ഹുക ബഹിയാ വതആമുക ഷഹിയാ വഹുർസുക കസീറാ മല്ലദി ഗയ്യറക വഅൻത അമീറുൽ മുഅ്മിനീൻ. മഹാനായ ഉസ്താദ് ഗുർതകിട്ടില്ലാന്ത് ഇതേ കാരണ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തടിയും ആ ജീവന ശൈലി എല്ലാം ചേഞ്ച് ആയിട്ട് കേക്കർ ഉസ്താദ് അല്ല നിനക്ക് നല്ല ഗാഡി ഇന്തല്ലേ നല്ല മൃഗവാഹന ഇട്ടിന്തല്ലേ നിങ്ങളുടെ ഡ്രസ് നല്ല ഫ്രഷ് ആയിട്ടിന്നോ നല്ല ചന്തത്തെ ഡ്രസ് ആയിട്ടിന്തല്ലേ നിങ്ങളുടെ മുഖ പ്രകാശപൂരിതമായിട്ടിന്തല്ലേ നിങ്ങളെ ആഹാരം നല്ല ഫുഡ് ആയിട്ടിന്തേ നിങ്ങക്ക് നിങ്ങളുടെ ചുറ്റുഭാഗത്തിൽ ധാരാളം കാവലുകാർമാരല്ല ഇന്നാരല്ലേ പണ്ട് ഇപ്പൊ അതെന്തു കണ്ടോണ്ടില്ല ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെ അമീർ മുഅ്മിനായ നിങ്ങളാണ് കണ്ടോണ്ടുള്ളല്ലേ മല്ലദീ ഗയ്യറ വഅൻത അമീറുൽ മുഅ്മിനീൻ എന്തേ ഇത്രയും ബദലാപകുള്ള കാരണ അപ്പൈറ്റിക്കൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ കാണുക വന്നിട്ടിന്ന് വയസ്സായിട്ടിന്ന് ശൈഖ് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ചെല്ല ഉസ്താദരയിലെ ചെല്ലേ അല്ല ഉസ്താദേ നിങ്ങനക്ക് പണ്ട് ഒരു ഹദീത്ത് പടിപാട്ടി തന്നിട്ടിന്നാറ് ഞങ്ങളെ ജീവന മരിപ്പോട് കൂടെ തീർന്നു പോണ്ടില്ല ഞങ്ങളെ ഏതൊരു കഠിനമായ അപ്പോ നിങ്ങളുടെ ഒരു ഹദീസ് ചെന്തിന്നാറല്ല ഞങ്ങളേതൊരു ധാരാള കഠിനമായിട്ടുള്ള തെരുങ്ങമുണ്ടു ആ എല്ലാ തെറും പാസ്സായിട്ട് എത്തനായ ജാഗക്ക് അഥവാ സ്വർഗത്ത് എത്തണമെങ്കിൽ ചുമ്മ കഷ്ടമുണ്ടോ അത്ര സുലാഭത്തിൽ സാധ്യമല്ല
ഇതെല്ലാം ചിന്തിച്ചിട്ട് മെലിഞ്ഞെങ്കേ ഈ എല്ലാ കഷ്ടം നിറഞ്ഞ തെരു ക്രോസായിട്ട് സ്വർഗത്ത് എത്തുക സാധ്യമാവോ? ചെന്നിട്ട് നിങ്ങന്ത് ഞങ്ങൾക്ക് പടിമാട്ടിരുന്നാരല്ലേ ഉസ്താദ്? പിന്നെയും മഹാൻ കേക്കർ വകൈഫ ലൗ റഅയ്തനി ബഅദ സാലിസ ഫീ ഖബ്രി വഖസാലത് ഹദഖതായ അലാ വസ്നതയ്യ. ഉസ്താദ് നണ്ട ഇപ്പമേ ഗുരുത കിട്ടില്ലാണ്ടായെങ്കിൽ ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എല്ലാം നാളെ മരിച്ചിട്ട് നണ്ട ഖബറ് പോയിട്ട് സമർപ്പനാക്കിയാൽ പിന്നെ 3-4 കഴിഞ്ഞിട്ട് മാത്ത് ഉസ്താദ് നണ്ട കണ്ടെങ്കിൽ നണ്ട കണ്ണ് ഇഴിഞ്ഞിട്ടിക്കറ്, നണ്ട തടി ചേഞ്ച് ആയിട്ടിക്കറ്. അപ്പ ഉസ്താദ് നണ്ട പരിചയമിക്കുവാ. നണ്ട പയറ് പൊട്ടിട്ടിന്നെങ്ക്, നണ്ട തടിയിൽ പുലുങ്ങ വന്നിട്ടിന്നെങ്ക് ലകുന്ത അശദ്ദ ഇൻകാറല്ലി മീ യൗമിക ഹാദാ. ഇണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ നണ്ട പരിചയം കിട്ടില്ലെങ്കിൽ അണ്ട് ഏതായാലും പരിചയം കിട്ടില്ല. മഹാനായോ അമീറുൽ മുഅ്മിനീനായോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉസ്താദരയിൽ ചെല്ല പലക്ക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ നിപ്പാട്ടെ ഇൻഷാ അല്ലാഹ് ഞങ്ങളോ കാര്യക്രമ മഹാനായ തങ്ങള് ഞങ്ങൾക്ക് ദ്വാരന്ത് തണ്ട് അതേപോലെ സന്മാന കാര്യക്രമങ്ങളിലൂടെ നടക്കുകൊണ്ടു അല്ലാഹു എല്ലാം ചന്തത്തിൽ പൂർത്തിയാക്കി തരട്ടെ. ഇന്നത്തോ ഈ ഒരു സദസ്സിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൂ അൽ മുസൈൻ ചെല്ലോ വലിയൊരു സംസ്ഥರು വലിയൊരു ಬಿಸಿನೆಸ್ ನಡಪಾಟಿಯುಂಟುಳ್ಳೋ ಜೋಕಟ್ಟರು ಜಕರಿಯ ಹಾಜಿ ಇಂಟು ಗೊಂತಿಲ್ಲಾತಂಗ ಬಹುಶಃ ಆರು ಇಕಾಲ ധാരാള ഞങ്ങളെ സമുദായത്തെ പാലക്കാരുമാർക്ക് ഗൾഫ് കൺട്രിയിൽ വിദേശത്തിൽ സ്വറ ആക്കി കൊടുത്തിട്ടു അതുമൂലಕ എത്രമാ കുടുംബത്തോ കണ്ണറ തന്നി ഒപ്പിയെടുത്തോ ഒരു വ്യക്തിത്വമായിട്ട് കയറി ജക്കറിയ ഹാജി. അയാളുടെ സമ്പത്ത് കൊണ്ട് സംഭാവന കൊണ്ട് സമ്പാദന കൊണ്ട് സമൂഹത്തിന് വലിയൊരു കൊണ കിട്ടിയോണ്ടുണ്ട്, അതിൽ സംശയമില്ലല്ലേ. ദീനിയായ കുറെ കാര്യക്രമത്തും പള്ളിക്കും മദ്രസത്തുക്കും ഇൽമുക്കും സംശയവും എപ്പോഴും സഹായാക്കര ഒരു വ്യക്തിത്വമായിട്ട് ജക്കറിയ ഹാജി. നല്ല നല്ല കാര്യക്രമത്തെ അയാൾ എപ്പോഴും എതിർ നിന്നിട്ട് നേതൃത്വം തണ്ട്. അയാൾ കുറെ ആൾമാരോട്ട് കൊടുവാട്ട് അയാൾ സ്വന്തമായിട്ട് കൊടുക്കുറു, ബാക്കിന്നോ ധനിക ആൾമാർ പൈസക്കാർ അങ്ങോട്ടും കൊടുവാട്ട്. അങ്ങനത്തെ ഒരു വ്യക്തിത്വ ജക്കറിയ ഹാജി. അയാൾക്ക് മുയാണ്ട് കന്നഡ രാജ്യോത്സവത്തോ പ്രയുക്തമായിട്ട് കർണാടക രാജ്യോത്സവ പ്രശസ്തി കിട്ടി. അത് ഞങ്ങളോ സമുദായത്തോ ഒരു ഹെമ്മയിട്ടിക്കൽ ഞങ്ങളോ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാള് ഒരു ലീഡർ ഒരു പ്രശസ്തിക്ക് അർഹനാവടോ ചെല്ലത്. പ്രശസ്തി ഞങ്ങളുടെ സമുദായത്തോ അവസ്ഥ നോക്കുമ്പോ ഭാരി കൊറുടിയായിട്ട് കയറി ഏത് വിഷയത്തിൽ ഇങ്ങനെ കുറെ ആൾമാർ ഇങ്ങനെ പ്രശസ്തി എടുക്കുമ്പോ അങ്ങനെ ഗുരുത്തിച്ചിട്ട് അങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് അങ്ങനെ അഭിനന്ദനാക്കറോ ഞങ്ങളുടെ ഒരു കടമല്ല, ഞങ്ങളുടെ ഒരു സന്തോഷം അങ്കൊന്ന് തെരിവേണ്ട. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ജക്കറിയ ഹാജി വന്നോണ്ടുണ്ടോ ഹാജാർക്ക് ഒരു അഭിനന്ദന കൂടെ മഹാനായ സയ്യിദ് തങ്ങളുടെ നേതൃത്വത്തിലൂടെ നടക്കുകൊണ്ടു. അതേപോലെ തങ്ങളുടെ ദുആല നടക്കറ്. അള്ളാഹു നമുക്ക് ധാരാളം ബർക്കത്താക്കട്ടെ. അപ്പൊ ഞാൻ ചെന്നോണ്ടുള്ള വിഷയം എന്നെങ്കിൽ മഹാന്മാർ സ്വാലിഹീങ്ങ ഞങ്ങളോ ലൈഫിൽ എത്ര ഐശ്വര്യത്തിൽ ഇന്നെങ്കിലും എത്ര അനുഗ്രഹത്തിൽ ഇന്നെങ്കിലും നക്ക് മരിക്കൊണ്ടു മറിച്ചിട്ട് കബറിൽ കെടുക്കൊണ്ടു ചെല്ല ഒരു വാസ്തവ അങ്ങ് മറന്നോട്ടില്ല. അതെപ്പോഴും അങ്ങ് നെനപ്പ് വെച്ചിട്ട് അതങ്ങനെ തസ്കിയത്താക്കിയിട്ട് അങ്ങനെ ഇസ്തിഖാമത്തൊരു തെരുളു പത്രമാക്കിയിട്ട് നിപ്പാട്ടിയൊണ്ടിന്നാൻ. മഹാനായ ഷെയ്ഖ് അഹ്മദ് അൽ ഹാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ മഹാന്റെ ഞങ്ങൾ വർഷം പ്രതി നെനപ്പാക്കുമ്പോ അനുസ്മരണാക്കുമ്പോ പരിശുദ്ധ ഖുർആൻ ചെന്നു ഈമാനും ഇസ്തിഖാമത്ത് അത് ഞങ്ങളുടെ മനസ്സ് ഓരോ വർഷം ഇങ്ങനെ കടന്നിട്ട് ആ മഹാന്റെ സിയാറത്ത് ആ മഹാന്റെ ദർബാർ ആ ദർഗ അത് ഞങ്ങൾക്ക് എപ്പോഴും നൽമര തരുക ഒരു പ്രചോദനാവണോ പ്രേരണാവണോ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനത്തെ ഒരു വലിയൊരു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ചെന്നിട്ട് ദ്വാ
വാങ്ങിട്ട് ഞാൻ എൻ്റെ പലക്കത്തൊന്നി പാട്ടിയിട്ടുള്ള നിങ്ങൾ എല്ലാവരും ദ്വാരക്കൊന്നു ചെല്ല വസിയത്തോടു കൂടെ വേദിക്കൽ ധാരാളം വലിയ വലിയ ആലിമീങ്ങ നേതാക്കന്മാരെല്ലാം ഉള്ളാറ്. ആത്രാടിയൊരു ഖതീബ് ഉസ്താദ്, അങ്ങനെ പ്രശ്നപ്പെട്ട ചങ്ങായി ഇസ്മായിൽ സഖാഫി ഉസ്താദ് അടക്കമുള്ള ധാരാളം നേതാക്കന്മാർ ഉള്ളാറ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും ദീന് കയറ്റ് ഖിദ്മ ചെയ്യുള്ള തൗഫീഖ് അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ചെന്നിട്ട് പലക്കത്തിന് പാട്ടിയിട്ടുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.